Allah hay, Allah hay, Allahu, Allahu, dambadam, Allahu, 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 har jagah, har ghadi, har jagah, har ghadi, har qadam, Allahu, Allah hay, Allah hay, Allah hay. وعلى آله وأصحابه الفائزين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم يكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم فإياكم وإياهم لا يضلونكم ولا يفتنونكم شفيعنا رسول الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي وقلت حيلتي أدركني يا رسول الله. ആദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാനമുള്ള കാരണവന്മാരെ, കർമ്മധീരരായ പ്രവർത്തകരെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സത്യാന്വേഷികളായ ശ്രോതാക്കളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ദീനിനെക്കുറിച്ചും അതിൻ്റെ ആത്മീയ വശങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി നാം ഇവിടെ സംഗമിച്ചിരിക്കുകയാണ്. പടച്ചവൻ നമ്മിൽ നിന്ന് അതിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഇതിനെയും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, കുടുംബ ബന്ധുമിത്രാദികൾ, നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, നാമുമായി ബന്ധപ്പെട്ടവർ എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ച് തരുമാറാവട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അവരെയും നമ്മെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയുടെ പശ്ചാത്തലവും സാഹചര്യവും സ്വാഗത ഭാഷണത്തിൽ നിന്ന് നാം കേട്ടു കഴിഞ്ഞു. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ, അതിന്റെ ഉലമാക്കൾ, നേതാക്കൾ അവരെ കൊഞ്ഞനം കുത്തുകയും വളരെ മലീമസമായി ആ ആശയങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട്
ഇവിടെ ചില ആളുകൾ ത്വരീഖത്തിന്റെ പേരിൽ ഗീർവാണ പ്രസംഗങ്ങൾ നടത്തുകയുണ്ടായി. അതിനൊരു മറുപടി എന്ന രൂപത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഇവിടെയുള്ള നമ്മുടെ സുന്നി സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട പൊതുസമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോ മറ്റെല്ലാ വിഷയങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഇസ്ലാമിന്റെ ആത്മീയ വശത്തെക്കുറിച്ചുകൂടി സംസാരിക്കുകയുണ്ടായി. കുറഞ്ഞ വാക്കുകൾ. അതിന് മറുപടി പറയുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് ഈ വിഭാഗത്തിന്റെ ഏറ്റവും പരമോന്നതരായ 5 ആളുകളായിരുന്നു. അവരുടെ ആ പ്രസംഗത്തിന്റെ കാസറ്റുകൾ ഞാൻ ശ്രമിച്ചപ്പോ കേട്ടപ്പോ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചുപോയി. അതെന്താണ്? അവരുടെ ആ പ്രസംഗത്തിന്റെ ശൈലിയിലുള്ള ഒരു മറുപടി അത് എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല. എന്നെ കൊണ്ട് എന്നല്ല, ഞങ്ങളുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടും അത് പറയാൻ കഴിയില്ല. കാരണം കാത് പൊത്തി അല്ലെങ്കിൽ മൂക്ക് പൊത്തി മാത്രം കേൾക്കേണ്ടുന്ന രൂപത്തിലുള്ള അശ്ലീലങ്ങളും സഭ്യതരമായ പ്രയോഗങ്ങളും മാത്രം ഉൾക്കൊള്ളുന്നതാണ് ആ പ്രസംഗങ്ങൾ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ ശൈലിയിലുള്ള ഒരു മറുപടി നിങ്ങൾ ആരും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുതേ എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, കുറെ കാലമായി ഈ ആലുവ എന്ന പ്രദേശത്തെക്കുറിച്ച് നമുക്കറിയാം. ആലുവ അടുപ്പ് പരിചയമില്ലാത്ത ആളുകൾ ആരും ഇല്ലല്ലോ. ഞാനിവിടെ ഒരു ഗിരിപ്രഭാഷണം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് സംബന്ധമായി ചില വർത്തമാനങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് ത്വരീഖത്ത് എന്താണ്, എപ്പോഴാണ് ത്വരീഖത്ത് ഉണ്ടാവേണ്ടത്, അതിന്റെ ആവശ്യകത എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മളത് പഠിക്കൽ അനിവാര്യമാണ്. അത്തരം വിഷയങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും. അപ്പൊ ആലുവ അടുപ്പ് പരിചയമില്ലാത്ത ആളുകൾ ആരും ഇല്ല. ആലുവ അടുപ്പിന്റെ പ്രത്യേകത എന്നാ അതിന് പുകയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, പുകയില്ലാത്ത ആലുവ അടുപ്പ് എന്നതുപോലെ തന്നെ ഒരു ഫലവുമില്ലാത്ത ഒരു തരീഖത്താണ് ഈ ആലുവ തരീഖത്ത് എന്ന് പറയുന്ന തരീഖത്ത്. അത് അവരുടെ പ്രസംഗങ്ങൾ ശ്രമിച്ചപ്പോൾ നമുക്കത് ഒന്നുകൂടി മനസ്സിലായി. ത്വരീഖത്ത് വിശദീകരണം എന്ന പേരിൽ ഇവിടെ പരിപാടി നടത്തിയിട്ട് ത്വരീഖത്ത് എന്താണ്, ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന ആശയം എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല. 5 ആളുകൾ ഇവിടെ പ്രസംഗിച്ചു. ഷെയ്ഖിന്റെ ഏറ്റവും വലിയ ഖലീഫമാരായിട്ടുള്ള ആരൊക്കെയാണെന്ന് അറിയുമ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് അതിലേക്ക് കടന്നു വരും. അവരുടെ രേഖകളെ കൊണ്ട് തന്നെ ഞാനത് കാണിച്ചു തരും. അങ്ങനെയുള്ള ഏറ്റവും വലിയ മശായിഖുമാരായിട്ടുള്ള ആളുകൾ ഉദ്ഘാടനം ചെയ്ത മഹാവ്യക്തിത്വം എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ലോകത്തുള്ള എല്ലാ ആളുകളുടെയും മാതൃകയായിട്ടുള്ള ഷെയ്ഖുമാരായ ഖലീഫമാരായിട്ടുള്ള ഷെയ്ഖുമാരാണ് ഇവിടെ പ്രസംഗിച്ച ഉദ്ഘാടകൻ. ആ ഉദ്ഘാടകൻ പറയുന്നത്, ഇനി ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന 2 മഹാത്മാക്കൾ ഉണ്ട്. 2 തവണ അദ്ദേഹത്തിന്റെ കേസറ്റിൽ ഞാനത് കേട്ടു. മഹാനായ ഫദ്ലുള്ള ഫൈസി, മഹാനായ അബ്ബാസ് ഫൈസി, ഇങ്ങനെ 2 മഹാന്മാരാണ് പിന്നീട് പ്രസംഗിച്ചത്. അപ്പൊ ഞാനിന്ന് അതൊരു മഹാന്മാരും ഇതൊക്കെ പറയുമ്പോൾ അതിനത്ര കനുണ്ടാവും എന്നൊക്കെ കരുതി ആവേശത്തിൽ കാസറ്റ് കേട്ടപ്പോഴാണ് സഹോദരന്മാരുടെ മഹത്വം. അപ്പൊ അതിന്റെ ആമുഖത്തിൽ പറഞ്ഞു, ജിലാനി ത്വരീഖത്ത് അല്ലെങ്കിൽ ഖാദിരിയ ത്വരീഖത്ത് എന്താണ് എന്ന് പഠിപ്പിക്കുന്നതിന്റെ സന്ദേശം പറയുന്ന പരിപാടിയാണ് ഈ പരിപാടി എന്നൊക്കെ. ശരി, എന്നാൽ അതൊന്ന് അറിയാലോ എന്താണ് അവർക്ക് പറയാനുള്ളത്. ഖാദിരിയ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊന്ന് അറിയാലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ പ്രസംഗം മുഴുവൻ 4-5 കാസറ്റുകൾ മുഴുവൻ കേട്ടുപോയി. എന്താണ് ത്വരീഖത്ത് എന്നോ എന്താണ് ആ പരിപാടി എന്നോ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് പിന്നെ എന്താണ് അത് ഞാൻ പിന്നീട് ഇവിടെ പറയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറയുന്നത് ത്വരീഖത്ത് എന്ന പേരിൽ ഇസ്ലാമിന്റെ മഹത്തായ ആത്മീയ വശത്തെ കളങ്കമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടാണ് ഈ വിഭാഗം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ത്വരീഖത്ത് എന്താണ്, ഇവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്, ഇത് മനസ്സിലാക്കുമ്പോൾ ഷെയ്ഖ് ആരാണ്,
മുരീദിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഈ മഹാനായ ഷെയ്ഖിന്റെയും ഖലീഫയുടെയും മുരീദന്മാരുടെയും ഒക്കെ അവസ്ഥകൾ നമുക്ക് ബോധ്യപ്പെടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഇസ്ലാം എന്നത് അള്ളാഹുവിന്റെ മതമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹു സ്വീകരിക്കുന്ന മതം അത് ഇസ്ലാം ദീൻ മാത്രമാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ. ഇസ്ലാമല്ലാത്ത ഒരു മതത്തെ ഒരാൾ സ്വീകരിച്ചാൽ, തേടിയാൽ, ഫലൻ യുഖ്ബല മിൻഹു, അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അവൻ പാരത്രിക ലോകത്ത് പരാജിതരിൽ പെട്ടവനാകുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹു സ്വീകരിക്കുന്ന മതം അത് മാത്രമേ ഉള്ളൂ എന്ന് നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു. അതിനായി പ്രവർത്തിക്കുന്നു. ആ മാർഗത്തിൽ മരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകളായി, മുസ്ലിങ്ങളായി നമ്മയൊക്കെ മരിപ്പിക്കുമാറാവട്ടെ. ആമീൻ. ഈ വിശുദ്ധ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുവാനും അതിന് ശിഥിലീകരണം ഉണ്ടാക്കുവാനും ചരിത്രം പരതിയാൽ നമുക്കറിയാം, എക്കാലത്തും ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് ഞാൻ പറയുമ്പോൾ ഇസ്ലാമിന്റെ ഉള്ളിലുള്ളവരും പുറത്തുള്ളവരെയും ഒക്കെ ഉൾപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിന്റെ പുറത്തുള്ള ശക്തികളെക്കാൾ ഇസ്ലാമിന്റെ അകത്തുള്ള ശക്തികളാണ് പലപ്പോഴും ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് എന്ന കാര്യം വിശദീകരിക്കപ്പെടാതെ നമുക്കെല്ലാവർക്കും അറിയാം. വിവിധ കാലങ്ങൾ, ചരിത്രത്തിന്റെ 14 നൂറ്റാണ്ട് കാലത്തെ ചരിത്രമെടുത്തു പരതിയാൽ നമുക്കറിയാം, ഈ ഇസ്ലാമിന്റെ മഹിതമായ ആശയങ്ങളെ കളങ്കമുണ്ടാക്കാനും കളങ്കപ്പെടുത്തുവാനും വേണ്ടി അതാത് കാലങ്ങളിൽ ബിദ്അത്ത് പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. പുത്തൻ പ്രസ്ഥാനങ്ങൾ, ശിഥിലീകരണ ചിന്തകൾ ഉടലെടുത്തിട്ടുണ്ട്. അത് ലോകതലത്തിൽ മുഴുവനും ഇസ്ലാമിന്റെ 14 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം എഴുതിയാൽ പരതിയാൽ നമുക്കറിയാം. അതൊക്കെ എല്ലാം കൂടി പരത്തി പറഞ്ഞാൽ പിന്നെ നമ്മളെ പുകയില്ലാത്ത ആലുവ അടുപ്പ് എവിടുക്കും, ആലുവ ത്വരീഖത്ത് എവിടുക്കും എത്താത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. അതൊക്കെ വേണ്ടി വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ പറയുന്നത്, ഇങ്ങനെ ബിദ്അത്ത് പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിന്റെ മഹിതമായ ആശയങ്ങളെ പൊളിക്കുവാൻ വേണ്ടി ഓരോ സന്ദർഭത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രവർത്തിച്ചപ്പോ അത് ആത്മീയതയുടെ പേരിലും അല്ലാത്ത പേരിലുമൊക്കെ വിവിധങ്ങളായ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അശ്ശൈഖ് അബ്ദുൽ ഖാഹിർ ബഗ്ദാദി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആ പണ്ഡിതൻ ഇത് സംബന്ധമായ ഒരു ഗ്രന്ഥം തന്നെ രചിച്ചതു കാണാം. അൽ ഫർഖു ബൈനൽ ഫിറഖ് എന്നാണ് അതിന്റെ പേര് തന്നെ. ഇസ്ലാമിന്റെ പേരിൽ രംഗത്ത് വന്ന വിവിധങ്ങളായ ഗ്രൂപ്പുകളെ കുറിച്ചുള്ള ഒരു പഠനമാണത്. വിവിധങ്ങളായ ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമായി ഇസ്ലാമിന്റെ മഹിതമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് തുരങ്കം വെക്കാൻ വേണ്ടി വന്നിട്ടുള്ള കക്ഷികളെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് എന്നും കാണാം. നമ്മുടെ കേരളീയ സമൂഹത്തിനും നമുക്കതെടുത്ത് പരതിയാൽ കണ്ടെത്താൻ കഴിയും. കേരളത്തിലും ഇതുപോലെ ഉണ്ടായി. അക്കാലത്തൊക്കെ അതാത് കാലത്ത് അതാത് ബിദ്അത്ത് പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഉലമാ പണ്ഡിതന്മാർ അതിനെതിരിൽ ശക്തമായി പ്രതികരിക്കുകയും തക്ക സമയത്ത് പ്രഖ്യാപിക്കുകയും അവരുടെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളും നിലപാടുകളും പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ അതാത് കാലത്ത് സമൂഹം അത്തരം ബിദ്അത്ത് പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നത് ചരിത്രം എടുത്ത് പരതിയാൽ നമുക്ക് കാണാം. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയില്ലേ, ഖാദിയാനിസം. പഞ്ചാബിൽ ജനിച്ച മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന മനുഷ്യൻ, മൂത്രവാർച്ചക്കാരനായ, തലക്ക് സുഖമില്ലാത്ത മനുഷ്യൻ പ്രവാചകനാണ് എന്ന് വാദിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ ചില ആളുകൾ രംഗത്ത് വരികയുണ്ടായി. ആ സന്ദർഭത്തിൽ ആദ്യമായി അവരുടെ നിലപാടുകളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാക്കളായ പണ്ഡിതന്മാരാണ്.
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് ഇസ്ലാമിനെ കുറിച്ച് ആധികാരികമായി പഠിക്കാനും മനസ്സിലാക്കാനും കേൾപ്പിച്ച കഴിവുറ്റ പണ്ഡിതന്മാരായതുകൊണ്ട് തന്നെ അവരാദ്യം അതേക്കുറിച്ച് പഠിച്ചു, പ്രഖ്യാപിച്ചു. ഖാദിയാനിസം ഇസ്ലാം വിരുദ്ധ പ്രസ്ഥാനമാണ്, കുഫ്രി പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പണ്ഡിത സംഘടനകളൊക്കെ പിന്നീട് അത് ഏറ്റെടുത്ത് പറയേണ്ടി വന്നു എന്നതാണ് ചരിത്രം. നമ്മുടെ രാജ്യത്ത് വഹാബിസം വന്നപ്പോ, മൗദൂദിസം വന്നപ്പോൾ, സഹോദരന്മാരെ, അതുപോലെ ചേകന്നൂരിസവും തബ്ലീഗിസവും എല്ലാ ഇസങ്ങൾ വന്നപ്പോഴും നമ്മുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അത്തരം ബിദ്അത്തിനെ കുറിച്ച് ശക്തമായ മുന്നറിയിപ്പ് നൽകിയപ്പോ ജനങ്ങൾ അതേക്കുറിച്ച് ബോധവാന്മാരായി. വഹാബി പ്രസ്ഥാനം അത് മോശമാണ് എന്ന് അറിയാത്ത വിഭാഗങ്ങൾ ഇന്ന് സുന്നികളിൽ ആരുമില്ല. മൗദൂദിസം മോശമാണ് എന്ന് അറിയാത്തവർ ഇന്ന് സുന്നികളിൽ ആരുമില്ല. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇങ്ങനെ ജനങ്ങൾ ബിദ്അത്തിനെ തൊട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ജനങ്ങൾ ഒരു പരിധിവരെ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുകയും ചെയ്തപ്പോൾ ഈ അടുത്തായി ആത്മീയതയുടെ പേരിലാണ് ഇപ്പോൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ചില ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ കേരളക്കാരായതുകൊണ്ട് കേരളീയ സമൂഹത്തിൽ മാത്രം ഒന്ന് ചിന്തിച്ചാൽ ഓരോ സ്റ്റോപ്പാന്തരം നമ്മുടെ ഓരോ നാട്ടിൽ ഒരു ബസ് പോവുകയാണ്, ഒരു സ്റ്റോപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോഴേക്ക് നമുക്കറിയാം അവിടെയൊക്കെ ആത്മീയ ഷെയ്ഖുമാർ, മുറബിയായ ഷെയ്ഖുമാർ, ത്വരീഖത്ത് കൊടുക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ നമുക്കിന്ന് ലഭ്യമാണ്. അപ്പൊ ഇന്ന് അതുമാത്രം ചൂഷണങ്ങളും അതുപോലെ തന്നെ പാവങ്ങളായ ആളുകളെ പറ്റിച്ച് ഇസ്ലാമികന്റെ യഥാർത്ഥ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനുമുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. ഇവിടെ ഞാനൊരു കാര്യം ഊന്നി പറയുകയാണ്. ഇവിടെ പ്രസംഗിച്ച ആളുകൾ മുഴുവനും പറഞ്ഞതും എന്തായിരുന്നു കഴിഞ്ഞ പ്രസംഗത്തിൽ എന്നറിയോ? ഇവർ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കെതിരിൽ തിരിയുകയാണ്, ത്വരീഖത്തിനെതിരിൽ ഇവർ തിരിഞ്ഞിരിക്കുകയാണ്, ത്വരീഖത്തില്ലെന്ന് ഇവർ പറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നിഴലിന് വെടിവെക്കുന്ന ഒരവസ്ഥ ഇവരുടെ പ്രസംഗത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും. ഞാനതുകൊണ്ട് അത് തീർത്തു പറയുന്നു. എന്റെ ആമുഖത്തിൽ തന്നെ സഹോദരന്മാരെ, ഞാനിത് തീർത്തു പറയുന്നു. നമ്മുടെ രാജ്യത്തെ ബിദഈകൾ, വഹാബികളാവട്ടെ, മൗദൂദികളാവട്ടെ, മറ്റ് ബിദഈ പ്രസ്ഥാനങ്ങളാവട്ടെ, അവരെല്ലാവരും പറയുന്നത് തസവ്വുഫ് അല്ലെങ്കിൽ ത്വരീഖത്ത് എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ ഇല്ല എന്നാണ്. മുജാഹിദുകളും ജമാഅത്തും പറയുന്നത് ത്വരീഖത്ത് തസവ്വുഫ് എന്നൊന്നില്ല. അവരിവിടെ പരിചയപ്പെടുത്തുന്നത് തന്നെ ഒരു ജഡവൽക്കരിച്ച ഇസ്ലാമിനെയാണ്, ഒരാത്മീയതയില്ലാത്ത ജഡവൽക്കരിച്ച ഇസ്ലാമിനെയാണ് നമ്മുടെ രാജ്യത്തുള്ള ബിദഈകൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസവും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണവും പണ്ഡിതന്മാരുടെ വീക്ഷണവും എന്താണ്? അത് ശരിയല്ല. ത്വരീഖത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, തസവ്വുഫ് എന്ന് പറയുന്ന ഒരു സംഗതി ഇസ്ലാമിൽ ഉണ്ട്, അത് ഇല്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഔലിയാക്കൾ അവർ മഹാത്മാക്കളാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി ഖാല റസൂലുള്ളാഹി. എന്റെ വലിയനോട്, മൻ ആദാലി വലിയൻ, എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഔലിയാക്കന്മാരോട് കളിക്കുക എന്ന് പറഞ്ഞ അക്കളി തീക്കളിയാണ് എന്നറിഞ്ഞുകൊണ്ടാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ത്വരീഖത്തിനെ കുറിച്ച് പ്രസംഗിക്കുന്നതും ത്വരീഖത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നതും ത്വരീഖത്തിനെ കുറിച്ച് തീരുമാനം പ്രഖ്യാപിക്കുന്നതും എന്ന കാര്യം നിങ്ങൾ ആരും മറക്കരുത്. ഇവിടെ പ്രസംഗിച്ച ആളുകൾ ഇങ്ങോട്ട് ആകെ ബേജാറായി, ആകെ അവരുടെ ശൈവത്തെല്ലാം കൂടി ഇളകിയിട്ട് ഔലിയാക്കന്മാർക്കെതിരിൽ, ആരിഫീങ്ങൾക്കെതിരിൽ, സൂഫിയാക്കൾക്കെതിരിൽ, മശായിഖുമാർക്കെതിരിൽ തിരിയാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഇല്ല, ഞങ്ങൾ ആരും ഔലിയാക്കൾക്കെതിരെ തിരിഞ്ഞിട്ടില്ല. അത് ഞാൻ അതിലേക്ക് കടന്നു വരുന്നു. ആരാ തിരിഞ്ഞതെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. സഹോദരന്മാരെ, ഔലിയാക്കളുടെ ബഹുമാനിക്കണം, ആദരിക്കണം,
തസവ്വുഫ് ത്വരീഖത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഇസ്ലാമിലുണ്ട്. ഇല്ല എന്ന് പറയുന്നത് ശരിയല്ലെന്ന് മാത്രമല്ല, അതില്ലാതെ പറയുന്ന വഹാബികളുമായി വാദപ്രതിവാദം ചെയ്യുന്നവരാണ് ഞങ്ങൾ. അവരുമായി മുഖാമുഖം നടത്തുന്നവരാണ് ഞങ്ങൾ. അവരുമായി ഖണ്ഡനം നടത്തുന്നവരാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങളെങ്ങൾ ഇമ്പാച്ചി കാട്ടിയിട്ട് ത്വരീഖത്തില്ലാത്തവർ, വലിയ ഔലിയാക്കളോട് കളിക്കുന്നവർ, അതൊന്നും ഞങ്ങളോട് പറയണ്ട. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഔലിയാക്കളോട് കളിച്ചാൽ അക്കളി തീക്കളിയായിരിക്കും എന്നും ഞങ്ങൾക്കറിയാം. ഇതൊക്കെ പഠിച്ചിട്ടാ ഞങ്ങൾ വരുന്നത്. ത്വരീഖത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഇസ്ലാമിൽ ഉണ്ട് എന്നത് ശരിയാണ്. തസവ്വുഫ് എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിൽ ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ? ത്വരീഖത്ത് തസവ്വുഫ് എന്നൊരു സംഗതി ഇസ്ലാമിൽ ഉണ്ട് എന്നതുകൊണ്ട് അതിന്റെ പേരിൽ കള്ളനാണയങ്ങൾ ഉണ്ടല്ലോ, ആ കള്ളനാണയങ്ങളെ വിരസാൻ ഞങ്ങൾ ഇവിടെ അനുവദിക്കുകയില്ല എന്ന കാര്യം നിങ്ങൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടാണ് നിങ്ങളെപ്പോലെയുള്ള പുകയില്ലാത്ത ആലുവ ത്വരീഖത്തുകാരെ ഞങ്ങൾ ഇവിടെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ത്വരീഖത്ത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. വലിയ ആരാണ്? ഞങ്ങളത് പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട്. അത് ഇല്ലാതെ പറയുന്നവരോട് ഞങ്ങൾ വാദപ്രതിവാദം ചെയ്യാറുമുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ത്വരീഖത്തുണ്ട്, തസവ്വുഫുണ്ട്, വലിയുണ്ട് എന്നത് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന കാര്യമാണ് എന്നതിന്റെ ചുളുവിൽ, അതിന്റെ മറവിൽ ഈ കള്ളനാണയങ്ങളെ വിലസാൻ ഇവിടെ ഞങ്ങൾ അനുവദിക്കുകയില്ല ഇൻഷാ അല്ലാഹ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ ത്വരീഖത്ത് എന്ന് പറയുന്നതിനെ, തസവ്വുഫ് എന്നതിനെ ഒരിക്കലും ഞങ്ങൾ എതിർത്തിട്ടില്ല, എതിർക്കുന്നുമില്ല. അതാർക്കും എതിർത്തതായി തെളിയിക്കാൻ കഴിയുകയുമില്ല. എവിടെയാണ് കള്ളനാണയത്തിന്റെ പ്രത്യക്ഷപ്പെടൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ട്, കള്ളത്വരീഖത്തുകാരായ പലരും. ഇവിടെ വന്ന് പ്രസംഗിച്ച ആളുകളും പറഞ്ഞത് ഞങ്ങൾ ഗൗസുൽ ആലം ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ആളുകളാണെന്ന. ജീലാനി ഷെയ്ഖ് ഗൗസുൽ ആലമിന്റെ മദ്ഹ് ഇങ്ങനെയാണ് പറയാ, എന്നിട്ട് ഇങ്ങോട്ട് ചാടുക. ഗൗസുൽ ആലമും നിങ്ങളും എവിടെ നിൽക്കുന്നു അത് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ഗൗസുൽ ആലമിന്റെ സ്വന്തം കിതാബ് കൊണ്ടുവന്നിട്ട് തന്നെ ഞാൻ തെളിയിക്കും ഇൻഷാ അല്ലാഹ്. അതിന്റെ കയ്യിലുണ്ട്, ഞാൻ അതിവിടെ കാണിച്ചു തരും ചെയ്യും. ഗൗസുൽ ആലം ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് സഹോദരന്മാരെ, ഞങ്ങൾക്ക് അവർക്ക് വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ചില ആളുകൾ രംഗത്ത് വരികയാണ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഒരുപാട് കള്ളത്വരീഖത്തുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് കള്ളത്വരീഖത്തുകൾ. ആ കള്ളത്വരീഖത്തുകൾ ഒക്കെ വന്നത് എന്താ? നിങ്ങൾ അല്ലാഹ് യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി മുജീറി വഖുദ് ബിയദി മദാമുദദി ഖലീഫത്തല്ലാഹി ബി നാമുഹിയദ്ദീൻ എന്ന മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ പേരും പറഞ്ഞിട്ട് ഈ വരി ചൊല്ലിയിട്ട് തന്നെ അവരൊക്കെ വന്നിട്ടുള്ളത്. ജീലാനി ഷെയ്ഖ് എന്ന് പറഞ്ഞൊന്നും ഞങ്ങളെ പേടിപ്പിക്കേണ്ട. ജീലാനി ഷെയ്ഖ് പറഞ്ഞത് എന്താന്ന് ഞാൻ പിന്നീട് കാണിച്ചു തരും. ഇവിടെ രംഗത്ത് വന്നിട്ടുള്ള നൂരിഷാ തരീഖത്ത് സമസ്തയുടെ എല്ലാ പണ്ഡിതന്മാരും വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച തെറ്റായ തരീഖത്താണെന്ന് പ്രഖ്യാപിച്ച നൂരിഷാ, അവർ ഖാദിരിയ്യ തരീഖത്തിന്റെ ആളുകളാണ്. ഞങ്ങൾ ജീലാനി ഷെയ്ഖിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരുന്നത്. കോരൂര്, അതുപോലെ ചോറ്റൂര്, കോരൂര്, കൊണ്ടോട്ടി, ഇവരൊക്കെ ഈ ഷെയ്ഖുമാരൊക്കെ ഞങ്ങൾ ഖാദിരിയത്തിന്റെ ജീലാനിയത്തിന്റെ ആളുകളാന്ന് പറഞ്ഞിട്ടാണ് രംഗത്ത് വന്നത്. ഞങ്ങൾക്ക് അതൊന്നും കേൾക്കുമ്പോഴത്തേനും ഒന്നും ഏശുന്നില്ല. നിങ്ങൾ ഇങ്ങനെ കടന്ന് മൊക്കരടയാന്നല്ലാതെ ആർക്കും അത് ഏശാതിരിക്കാനുള്ള കാരണം അതാ. ഇവിടെ കുറെ ആൾക്കാർ ഖാദിരിയത്തിന്റെ പേരിൽ വന്നിട്ടുണ്ട്. ശംസിയക്കാർ വരെ ഇപ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാസം മുമ്പ് ശംസിയക്കാർക്കെതിരെ സംസാരിക്കേണ്ടി വന്നു. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ ഖാദിരിയത്തിന്റെ ആളുകളാണ് എന്നാണ്. അപ്പൊ ഈ ഖാദിരിയ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ആളാന്ന് പറഞ്ഞിട്ട് തന്നെ എല്ലാവരും രംഗത്ത് വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരീഖത്ത് പറയോ, കുട്ടികളെ പോരി ഞങ്ങൾ നരകത്തേക്ക് പോണ ആൾക്കാരാ, ഇങ്ങോട്ട് പോരി നരകത്തേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാ, ഞങ്ങൾ ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടുപോകില്ല. ഒക്കെ ഞങ്ങൾ സ്വർഗത്തേക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ വരുള്ളൂ. ഞങ്ങൾക്ക് അറിയാത് അവരൊക്കെ ഈ ജീലാനിന്റെ പേരിലും ഗൗസുൽ ആലമിന്റെ പേരിലും ഖാദിരിയത്തിന്റെ പേരിലുമാണ് രംഗത്ത് വന്നിട്ടുള്ളത്. സഹോദരന്മാരെ, നിങ്ങൾക്കറിയോ, തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത ഒരു സ്ഥലം, ഒരു ഷെയ്ഖ് ഉണ്ട്. അയാളെ വീട് ഞാൻ അതിലൂടെ പോകുമ്പോൾ അവിടുത്തെ പ്രവർത്തകർ എനിക്ക് കാണിച്ചു, എന്താണ് ഉസ്താദ് ആ ഷെയ്ഖിന്റെ വീട്, എന്താ ആൾക്കുള്ള പ്രത്യേകത എന്നറിയോ? ആ ഷെയ്ഖ് വിവാഹം കഴിച്ചിട്ടുള്ളത് സ്വന്തം പെങ്ങളെയാണ്. സ്വന്തം പെങ്ങളെ വിവാഹം കഴിച്ചിട്ട് അതിൽ 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുന്നു, 2 കുട്ടികൾ. അറിയോ?
അയാൾ പറയുന്നത് ഞാൻ ഖാദിരിയ തരീഖത്തിന്റെ ആളാണ് എന്നാ. തന്നെ അയാളും ചെല്ലുന്നത്. അപ്പൊ ആ ജാതി ഖാദിരിയത്ത് ജീലാരിയത്ത് എന്നൊന്നും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കണ്ട. അതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ട് അങ്ങോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ വന്ന കള്ളത്തരീക്കത്തുകാർ ഏതുണ്ടോ അവരൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അത് ഈ ബാഹ്യം മാത്രമാണ്. പിന്നെയോ ആന്തരിക ജ്ഞാനമാണ് ത്വരീഖത്ത്. കിതാബിലുള്ളത് ശരീഅത്ത് മാത്രമേ ഉള്ളൂ. തരീഖത്ത് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു ഭാഗമാണ്. അത് ഈ മൂല്യന്മാർക്ക് തിരിയില്ല. ഇതാണ് എല്ലാ കള്ളത്തരീഖത്തുകാരുടെയും ഭാഗം. ഇവിടെ വന്ന് പ്രസംഗിച്ച നമ്മുടെ തരീഖത്തുകാരും അതിൽ നിന്ന് ഒട്ടും മുക്തല്ല. അവരത് കഴിഞ്ഞ പ്രസംഗത്തിൽ വ്യക്തമായും സൂചനാപരമായും ഒക്കെ പലപ്പോഴും കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു. അവരുടെ തന്നെ ഒരു പ്രസിദ്ധീകരണം എടുത്താൽ മാറ്റൊലി അവരുടെ പ്രസിദ്ധീകരണമാണ്. അതിൽ കാണാം, അവരൊരു സ്ഥലത്ത് പറഞ്ഞിടത്ത് കാണാം, ഒരു ആശയം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൂട്ടത്തിൽ പറയുകയാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്ത് ഈ ആശയം അത് നിങ്ങൾക്ക് തിരിയില്ല, പിന്നെ അത് എല്ലാവർക്കും തിരിയുന്ന കാര്യമല്ല, പിന്നെയോ ഞങ്ങള് ആരിഫീങ്ങളായ ഔലിയാക്കളായ ആളുകൾക്ക് മാത്രം തിരിയുന്ന കാര്യം, അത് ഈ എല്ലാ പണ്ഡിതന്മാർക്കും തിരിയില്ല എന്ന് പറഞ്ഞ് സഹോദരന്മാരെ അവരും തന്നെ ഇത് അവരുടെ മാറ്റൊലിയിൽ സ്പെഷ്യലായി എഴുതിയത് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, ശരീഅത്ത് എന്ന് പറയുന്നത് ബാഹ്യമാണ്, ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ആന്തരിക ജ്ഞാനമാണ്, അത് കിതാബിലില്ല, അത് മൗലവിമാർക്കാർക്കും തിരിയില്ല എന്ന് പറയുന്ന ഈ ശൈലിയുണ്ടല്ലോ, ഇവിടെ നിന്നാണ് എല്ലാ കള്ളത്വരീഖത്തിന്റെയും തുടക്കം എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കും. ഇതാണ് ആ മാറ്റൊലി. ആ മാറ്റൊലിയിൽ അവർ തന്നെ കുറെ വിഷയം പറഞ്ഞു കേട്ടോ. ആ ഭാഗം ഈ വക മുസ്ലിംമാർക്ക് മനസ്സിലാകുന്നതല്ല. ഓക്കെ, നിങ്ങൾ അതാണ് അത് ഞങ്ങൾ കുറച്ച് ആൾക്കാർക്ക് അവർക്ക് തിരിയണം, നിങ്ങൾക്ക് തിരിയില്ല. അത് ആരിഫുകളുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നതാണ്. എങ്ങനെയുണ്ട്? ചില ഒരു ജഫർ സംബന്ധമായ ഒരു ഇൽമ്, ഞാൻ പിന്നീട് അതിലേക്ക് കടന്നു വരും. അപ്പൊ ഈ ഒരു വിഷയം ഉണ്ടല്ലോ, ഏത് ആ ഭാഗം ഇവർക്ക് തിരിയില്ല, അതെല്ലാവർക്കും തിരിയില്ല, അത് ഞങ്ങൾ കുറച്ച് ആൾക്കാർക്കേ തിരിയുള്ളൂ, അത് ശരീഅത്തിന്റെ ആളുകൾക്ക് തിരിയില്ല എന്ന ഈ വാദത്തിൽ നിന്നാണ് സഹോദരന്മാരെ എല്ലാ കള്ളത്തരീഖത്തുകാരുടെയും തുടക്കം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്, ഇങ്ങനെ 3 മാർഗങ്ങളാണ് അള്ളാഹുവിലേക്ക് ചേരാൻ എന്ന് പറഞ്ഞുകൊണ്ട് കള്ളത്തരീഖത്തുകാർ സാധാരണ പ്രചാരണം നടത്താറുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അതൊരിക്കലും ശരിയല്ല. അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗം ശരീഅത്താകുന്ന ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ഒറ്റ മാർഗം. ഈ ഒരു ശരീഅത്താകുന്ന മാർഗത്തിന്റെ പൂർത്തീകരണമാണ് ത്വരീഖത്ത്, അതുപോലെ തന്നെ ഹഖീഖത്ത് എന്നൊക്കെ പറയുന്ന സംഗതി. അതതിന്റെ പൂർത്തീകരണമാണ്. അള്ളാഹുവിലേക്ക് ചേരാൻ 3 മാർഗം. ഒന്ന് ശരീഅത്ത്. ഈ മൗലവിമാർ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ശരീഅത്തിന്റെ ആൾക്കാർ, ഞങ്ങൾ തരീഖത്തേരാണ്, ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല, ഞങ്ങളത് വേറൊരു ലൈനാണ്, വേറൊരു ലൈന്, വേറെ ഹഖീഖത്ത്, അത് വേറൊരു മാർഗമാണ്. ഇത് ശരിയല്ല. ശരീഅത്തിന്റെ പൂർത്തീകരണത്തിനുള്ള അതിന്റെ പൂർത്തീകരണമാണ് ത്വരീഖത്ത്, ഹഖീഖത്ത് എന്ന് പറയുന്ന സംഗതി. ഇത് ഞാൻ പറയുന്നതല്ല, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതു കാണാം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ്, നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു ഹദീസ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരിയിൽ 50-ാം നമ്പർ ഹദീസായി ഇത് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം. സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നുകൊണ്ട് ചോദിക്കുന്നു, മൽ ഈമാൻ, നബിയെ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വബിലിഖാഇഹി വറുസുലിഹി വതുഅ്മിനു ബിൽ ബഅസ്. സാധാരണ ഈമാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇയാൾ ചോദിച്ചു, ജിബ്രീൽ ചോദിച്ചു, ഖാല മൽ ഇസ്ലാം, ഇസ്ലാം എന്താണ്? ഖാല, അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൽ ഇസ്ലാം അൻ തഅബുദല്ലാഹ വലാ തുശ്രിക ബിഹി വതുഖീമ സ്വലാത്ത വതുഅദ്ദിയ സകാത്തൽ മഫ്റൂള വതസൂമ റമളാൻ. ഇസ്ലാം കാര്യം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ ചോദിച്ചു, മൽ ഇഹ്സാൻ,
നബിയെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മുടെ ചർച്ചാ വിഷയമായ തസവ്വുഫ്, ഇസ്ലാമിന്റെ ആത്മീയമായ വശം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു. അൻ തഅബുദല്ലാഹ, അല്ലാഹുവിനെ നീ ആരാധിക്കലാണ്. കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കുക. ഇബാദത്ത് അതാണല്ലോ എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ചത് കാണാം. ത്വരീഖത്തിന്റെ ഉദ്ദേശ്യം തന്നെ അൽ ഇഖ്ലാസു ഫിൽ അമൽ, അമലിൽ ഇഖ്ലാസ് ഉണ്ടാക്കി തീർക്കുക എന്നതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പഠിപ്പിക്കുന്നത്. എന്ത്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, അല്ലാഹുവിനെ കാണുന്നത് പോലെ നീ നിസ്കരിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ നിസ്കരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു ഇബാദത്ത് എടുക്കുക. അപ്പോ നമ്മൾ നിസ്കരിക്കുമ്പോ അല്ലാഹുവിനെ ഞാൻ ഇങ്ങനെ കാണുന്നു, ആ രൂപത്തിൽ നിസ്കരിക്കുമ്പോ നമ്മുടെ നിസ്കാരത്തിന് ഖുശൂ ഉണ്ടാകുന്നു, ഇഖ്ലാസ് ഉണ്ടാകുന്നു, ഭക്തി ഉണ്ടാകുന്നു. ഈ രൂപത്തിൽ നീ നിസ്കരിക്കലാകുന്നു, ഇബാദത്ത് ചെയ്യലാകുന്നു. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇനി നീ ആ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിൽ, അതിന് മാത്രം നീ എത്തിയിട്ടില്ലെങ്കിൽ, ഫഇന്നഹു യറാക്, അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ നീ നിസ്കരിക്കണം. ഇത് വാറോലയല്ല, സ്വഹീഹുൽ ബുഖാരിയാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിൽ തന്നെയും അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ നീ നിസ്കരിക്കണം. ഇതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. പണ്ഡിതന്മാരെല്ലാവരും ത്വരീഖത്തിനും തസവ്വുഫിനും ഈ ഹദീസാണ് തെളിവ് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ ഇതിനാണ് തസവ്വുഫ് അല്ലെങ്കിൽ ഇഹ്സാൻ അല്ലെങ്കിൽ നമ്മൾ ത്വരീഖത്ത് എന്നതൊക്കെ നമ്മൾ ഇതാണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് സഹോദരന്മാരെ, ദീർഘമായ ചോദ്യവും മറുപടിയും ഖിയാമത്ത് നാളിനെ പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം സ്വഹാബി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ വന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അതൊരു മനുഷ്യന്റെ രൂപത്തിലായിരുന്നു വന്നിരുന്നത്. സ്വഹാബികൾ പറഞ്ഞു, അറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാ ജിബ്രീൽ ജാഅ യുഅല്ലിമുന്നാസ ദീനഹും. സ്വഹാബികളെ, ഇത് ജിബ്രീലാണ്. ജിബ്രീൽ വന്നത് യുഅല്ലിമുന്നാസ, അന്നാസാകുന്ന നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. ദീനഹും, ദീനിനെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് ജിബ്രീൽ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് ഇത് ഉദ്ധരിച്ചിട്ട് ഇമാം ബുഖാരി പറയുന്നു, ഖാല അബൂ അബ്ദുല്ലാഹി, ഇമാം ബുഖാരി പറഞ്ഞു, ജഅല ദാലിക കുല്ലഹു മിനദ്ദീനി മിനൽ ഈമാനി. നോക്ക് നിങ്ങൾ, അപ്പോ 3 കാര്യം, അതായത് ഈമാൻ, ഇസ്ലാം, അതുപോലെ തന്നെ ഇഹ്സാൻ, ഇത് 3ഉം ദീനായിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ദീന് എന്ന് പറയുന്നതോ സഹോദരന്മാരെ, ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 1-ാമത്തെ വാല്യം 21-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഹുവ ഉർഫൻ വളുഉൻ ഇലാഹിയുൻ സായിഖുൻ ലിദവിൽ ഉഖൂലി ബിഖ്തിയാരിഹിൽ മഹ്മൂദി ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദാതി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇതിനാണ് ദീൻ. ഒരു മനുഷ്യന് പരമോത്തമായ അവന്റെ ലക്ഷ്യത്തിലേക്ക് അവനെ എത്തിക്കുന്ന, അവന് സ്വയേഷ്ടപ്രകാരം ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളോടെ എത്തിക്കുന്ന ആ ഒരു ഇലാഹിയായ വ്യവസ്ഥിതിക്കാണ് ദീൻ എന്ന് പറയുന്നത് എന്നൊക്കെ ഇബ്നു ഹജർ അൽ ഹൈതമി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. ദീന് എന്ന് പറയുന്നതും ശരീഅത്ത് എന്ന് പറയുന്നതും മില്ലത്ത് എന്ന് പറയുന്നതും ഒക്കെ ഒരേ ആശയമാണ്. ഇതാണ് ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ തുഹ്ഫത്തുൽ മുഹ്താജിൽ 1-ാമത്തെ വാല്യം 21-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞത്, അപ്പൊ ഇഹ്സാൻ എന്ന് പറയുന്ന ത്വരീഖത്ത് അല്ലെങ്കിൽ തസവ്വുഫ്, സഹോദരങ്ങളെ, അത് ദീനാണ്, അതായത് ശരീഅത്താണ്. ശരീഅത്തിൽ പെട്ടതാണ് ഈ ത്വരീഖത്ത് അല്ലെങ്കിൽ ഈ ഹഖീഖത്ത് എന്നൊക്കെ പറയുന്നത്. ഈ ശരീഅത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ളതാണ് ഈ ത്വരീഖത്തും ഹഖീഖത്തും. ഇതല്ലാതെ ശരീഅത്തിന്റെ അപ്പുറത്തുള്ള ഒരു സംഗതി അല്ല. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി ഇത് പറയുന്നു. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലോ തങ്ങൾ പറയുന്നു, ഈ ഇഹ്സാനും ഈമാനും ഇസ്ലാമും ഇതൊക്കെയും ദീനാകുന്നു. ദീൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ശരീഅത്ത്, അതിനാണ് മില്ലത്ത് എന്ന് പറയുക. അപ്പൊ ഈ പറയുന്നത് തസവ്വുഫ്,
നമ്മൾ ത്വരീഖത്ത്, നമ്മൾ ഹഖീഖത്ത് എന്നൊക്കെ പറയുന്ന ഈ അവസ്ഥ സഹോദരന്മാരെ, അത് ശരീഅത്തിന്റെ ഉള്ളിൽപ്പെട്ടതാണ്, ശരീഅത്തിന്റെ പുറത്തുള്ള ഒരു സംഗതിയല്ല. അതുകൊണ്ട് ത്വരീഖത്തുകാരനാവട്ടെ ഹഖീഖത്തുകാരനാവട്ടെ ആരാണെങ്കിലും ശരീഅത്ത് കൈവിട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണോ, ഒരിക്കലും അത് സ്വീകാര്യമല്ല. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് നോക്കൂ നിങ്ങൾ. ഫഅവ്വലു വാജിബിൻ അല ത്വാലിബി ഹുവ ശരീഅത്തു. അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മഖാമിലേക്ക് തേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും നിർബന്ധമാകുന്ന ആദ്യ കാര്യം അത് ശരീഅത്താണ്. ഫലാ ത്വരീഖത്ത വലാ ഹഖീഖത്ത വലാ കശ്ഫ. ഒരു ത്വരീഖത്തും ഹഖീഖത്തും കശ്ഫും ഒന്നുമില്ല ഇല്ലാ മിൻ ബറകാത്തി സമറാത്തിൽ മുആമലാത്തി ബിശ്ശരീഅ. ശരീഅത്ത് കൊണ്ട് അമൽ ചെയ്തത് കൊണ്ടുണ്ടാകുമ്പോ അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ ബറക്കത്ത് കൊണ്ടല്ലാതെ വേറെ ഒരു ഹഖീഖത്ത് ഉണ്ടാകൂല, ഒരു ത്വരീഖത്ത്, ഒരു കശ്ഫ് ഒന്നും ഉണ്ടാവൂല. ശരീഅത്ത് അനുസരിച്ച് അമൽ ചെയ്യണം. ഇതിലാ സബീല ഇല ത്വരീഖത്തി ഇല്ലാ ബിഫിഅലി ശരീഅ. ശരീഅത്ത് ചെയ്യാതെ ത്വരീഖത്തിലേക്ക് എത്തുക തന്നെയില്ല. വമൻ അമില ബിശ്ശരീഅത്തി തയസ്സറ ലഹു ബിഔനില്ലാഹി അദ്ദുഖൂലു ഫി ത്വരീഖത്തി വസഹുല അലൈഹി അബ്വാബുൽ മുജാഹദത്തി. ശരീഅത്ത് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ത്വരീഖത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടാനും അത് എളുപ്പമാവുകയും ചെയ്യുകയുള്ളൂ. പണ്ഡിതന്മാര് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഔലിയാക്കളുടെ നേതാവ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, സഹോദരന്മാരെ, ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ജുനൈദുൽ ബഗ്ദാദിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. ത്വരീഖത്തുമായിട്ട് ഒരാൾ വരികയാണെങ്കിൽ അതിനെ നീ അളന്നോ. ബഹുമാനപ്പെട്ടവർ പറയാം, ആരാ ജുനൈദുൽ ബഗ്ദാദി? സയ്യിദു ത്വായിഫ എന്നാണ്. ഈ സൂഫിയാക്കളുടെ വിഭാഗത്തിന്റെ ഹെഡാണ്, നേതാവാണ് ജുനൈദുൽ ബഗ്ദാദി. മഹാൻ പറയുന്നത് എന്താ? ഈ ത്വരീഖത്തിനെ നീ അളന്നോ ബിമീസാനി ശരീഅത്തി. ശരീഅത്തിന്റെ തുലാസ് വെച്ചിട്ട് ഇങ്ങനെ അളന്നോ. ത്വരീഖത്തിന്റെയും ശരീഅത്തിന്റെയും തുലാസ് വെച്ച് നീ അളന്നോ. ഫഇൻ റഅയ്ത ശൈഖൻ മുഖാലിഫൻ ലഹുമാ. ഒരു ശൈഖിനെ നീ കണ്ടു, ഇങ്ങനെ അളന്നു നോക്കിയപ്പോ, നമ്മളിങ്ങനെ അളന്നു നോക്കി, ആലുവക്കാർ ഇങ്ങനെ പിടിച്ച് അളന്നു നോക്കിയപ്പോ അത് ഫഇൻ റഅയ്ത ശൈഖൻ മുഖാലിഫൻ ലഹുമാ, ഈ യഥാർത്ഥ ത്വരീഖത്തിന്റെ നിയമങ്ങൾ, ശരീഅത്തിന്റെ നിയമങ്ങൾ അതിന് വിരുദ്ധമായ രൂപത്തിലാണോ നീ കാണുന്നത് എങ്കിൽ ഫറുദ്ദഹു, അങ്ങോട്ട് തള്ളിക്കളാം, അറബിക്കടലിലേക്ക് തള്ളിക്കോഹോ എന്ന് പറയുന്നത് ആരാന്നറിയോ? ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദിയ, സൂഫിയാക്കളുടെ ത്വരീഖത്തിന്റെ ഹെഡായ ജുനൈദുൽ ബഗ്ദാദിയ പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് തള്ളാന്താ ഒരു പേടിയില്ല, അരപ്പേടിയില്ല. നോക്ക് നിങ്ങൾ. എന്നിട്ട് മഹാൻ പറയുന്നു, ഫഇൻകാന സാഹിബ ഹാലിൻ സഹീഹിൻ വറദത്തഹു ഫമാ അലൈക മിൻ റദ്ദിഹി ബിഹുക്മി ശർഈ. അങ്ങനെ കാണാൻ തെറ്റൊന്നുമില്ലാത്ത ആളാണെങ്കിൽ തന്നെയും ശരീഅത്തിന്റെ തുലാസിട്ട് തൂക്കി നോക്കുമ്പോ ശരിയല്ലേ, തള്ളിക്കോ. ഫമാ അലൈക മിൻ റദ്ദിഹി ബിഹുക്മി ശർഈ. തള്ളാ എനിക്ക് ഒരു ബേജാറും വേണ്ട, ഒരു കുരുത്തകളും തൊട്ടൂല. ഇത് പറയുന്നത് ആരാ? ജുനൈദുൽ ബഗ്ദാദിയ. വലാ തത്തഖിദുഹു ശൈഖൻ വമുർശിദ. അങ്ങനെയുള്ള ആളെ നീ ശൈഖാക്കണ്ട. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഇത് പറയുന്നതായി സഹോദരന്മാരെ ശറഹ് ഖസീദത്തുർ റായിയയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഞങ്ങൾക്ക് ഈ ജീലാനി ശൈഖിന്റെ പേരിലോ റിഫായി ശൈഖിന്റെ പേരിലൊക്കെ വരുന്ന ഈ ജാതി കള്ളത്തരീഖത്തുകാരുണ്ടല്ലോ, അവരെ തള്ളാനേ നേരത്തെ ഞങ്ങൾക്ക് ഇജാസത്തും സമ്മതം ജുനൈദുൽ ബഗ്ദാദി തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കുരുത്തകട് തൊട്ടും അത് തൊട്ടും ഇത് തൊട്ടും ഇത് ഒന്നാമതെ ഔലിയാക്കളെ മേക്കെട്ട് കയറി ഞങ്ങൾക്കൊരു ബേജാറേ ഇല്ല. ഈ ജാതി കള്ള തരീഖത്തുകളെ എതിർക്കുന്നതിലും അവർ തള്ളുന്നതിലും അരപ്പേടി ഞങ്ങൾക്കില്ല. എന്തേ കാര്യം? എന്നാ പേടി നിങ്ങളെ ശൈഖല്ലേ, ഞാൻ ശൈഖിന്റെ മൗലിദ് ഞങ്ങളുടെ ഓതാൻ പോകുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാൻ പോകും. സഹോദരന്മാരെ, ഇത് ജുനൈദുൽ ബഗ്ദാദി ഞങ്ങളെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം, ശരീഅത്തിൽ കൈവിട്ടുകൊണ്ടുള്ള ഒരു തരീഖത്തും ഒരു പരിപാടിയും തരീഖത്തിന്റെ പേരിലും ഹഖീഖത്തിന്റെ പേരിലാലും ശരീഅത്തിന്റെ അളവുകോല് വെച്ചിട്ട് അതിന് പറ്റുന്നില്ലേ കുടിച്ചാണ് തള്ളു. അതന്നെ അത് ചിലപ്പോൾ ആലുവിക്ക് നേരെ ഒരൊറ്റ തള്ളലേക്കാണ്, അവിടെ തന്നെ വെച്ചു. അതാണ് നടക്കുക. ഇത് നിങ്ങൾ നോക്കി, ഇമാം നബവിയുടെ അൽ മഖാസിദ് എന്ന് പറയുന്ന വിശ്രുതമായ ഗ്രന്ഥം, ഇമാം നബവി പറയുന്നു, അമ്മാമൻ കാന മസ്ലൂബൻ അഖ്ലുഹു വ മഗ്ലൂബൻ അലൈഹി കൽ മജാദീബി. ചില ഔലിയാക്കളുണ്ട്, അവരുടെ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചുകൊണ്ട് നമ്മൾ ജദുബിന്റെ ഹാലുള്ളവർ എന്നൊക്കെ പറയും. നമ്മൾ അങ്ങനെ പറയും, ജദുബ് മജ്ദൂബാണ് എന്ന് പറയും. അതായത് വലിയായി അങ്ങനെ അള്ളാഹുവിൽ അങ്ങ് ലയിച്ച് ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ച ആളുകൾ. നബവി ഇമാം പറയുന്നു, ഫനുസല്ലിമു ലഹും
ഓലക്ക് നമ്മൾ സമ്മതിച്ചു കൊടുക്കും. അവരെ കാര്യം അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. നമ്മൾ ഓലെ കുറ്റം പറയാൻ പോകണ്ട. നമ്മളെ കോയപ്പാപ്പാനെ കുറിച്ച് നമുക്കറിയാലോ. ഇവിടെ ഉള്ള ആളുകളൊക്കെ പഴയ കാലത്ത് ഞാൻ കണ്ടിട്ടില്ല, പറയപ്പെടുന്നത് കേൾക്കാം, ഇങ്ങനെയൊക്കെയുള്ള ഒരു മഹാനാണ് എന്ന് പറയപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് യോജിക്കാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. ഇമാം നബവി പറയാണ്, എന്നാ അങ്ങനെയുള്ള മജ്ദൂബാണോ ഓലെ കാര്യം നമുക്കറിയില്ല, അള്ളാഹു ആലം. പക്ഷെ ഒരു കാര്യമുണ്ട്, ശരീഅത്തിനെ തൊട്ട് കളിച്ചാൽ കോലം മാറും. അത് നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും. ഇമാം നവവി തന്റെ അൽ മഖാസിദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 18-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാം. എന്തിനാണത്? ശരീഅത്ത് അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടാൻ കഴിയില്ല. ഇവിടെ ഓരോ ആളുകൾ ഷെയ്ഖായി ചമഞ്ഞൻ വരിക, എന്നിട്ട് പറയാം ഞാൻ ചെയ്യാൻ മുണ്ടാൻ പാടില്ല, അതും ഷെയ്ഖാണ്, ആരും ഞങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു വകുപ്പാണ് എന്ന് പറയാം. അപ്പൊ അയാളെ കാര്യം മുണ്ടാൻ പാടില്ല. വേറൊരാൾ പറയാം എങ്ങനെയാണ് പെങ്ങളെ വിവാഹം കഴിക്കുക, എന്നിട്ട് കുട്ടികളെ ഉണ്ടാക്കുക, എന്നിട്ട് പറയാം മുണ്ടരുത്, ഞാൻ ജീലാനി ഖാദിരിയത്തിന്റെ തനി പകർപ്പാ, ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഓരോ സമ്മതം കിട്ടിയിട്ട് അപ്പടി ഇങ്ങോട്ട് വരികയാണ് എന്നൊക്കെ പറഞ്ഞാൽ സഹോദരന്മാരെ, അതൊക്കെ ശരീഅത്തിനെ പൊളിക്കാനുള്ള കാരണമേ ആവുകയുള്ളൂ. അതുകൊണ്ട് ശരീഅത്ത് വിട്ടിട്ടുള്ള കളിയാണോ, വിടില്ല, അവനെ ഫറുദ്ദഹു, തള്ളിക്കോ എന്നാണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ആമുഖമായി നമ്മളെല്ലാവരും പഠിച്ചു വെക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ശരീഅത്തിന്റെ പൂർത്തീകരണമാണ് തരീഖത്ത്, ഹഖീഖത്ത് എന്ന കാര്യം. ഇത് ഞാൻ പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട അല്ലാമ അസ്സർഹിന്ദി റഹിമഹുല്ല തന്റെ അൽ മുൻതഖബാത്ത് എന്ന് പറയുന്ന അൽ മുൻതഖബാത്ത് മിനൽ മക്തൂബാത്ത് എന്ന ഈ ഗ്രന്ഥത്തിന്റെ 7-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാം. നോക്ക് നിങ്ങൾ, അന്നലി ശരീഅത്തി സലാസത അജ്സാഇൻ, ശരീഅത്തിന് 3 ഭാഗങ്ങളുണ്ട്. ശരീഅത്തിന് 3 ഭാഗങ്ങളുണ്ട്. അല്ലാതെ ശരീഅത്ത് അല്ലാത്ത വേറൊരു സാധനം അല്ല തരീഖത്ത്, ഹഖീഖത്ത്. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ച് ദീർഘമായ ഉദ്ധരണിയാണ്, ഞാൻ അതെല്ലാം കൂടി പറയുന്നില്ല. മഹാനവറുകൾ പറഞ്ഞു, വത്തരീഖത്തു വൽ ഹഖീഖത്തു അല്ലതാനി ഇംതാസത് ബിഹിമ സൂഫിയത്തു ഖാദിമതാനി ലിശ്ശരീഅത്തി. ഈ ത്വരീഖത്ത് ഹഖീഖത്ത് എന്ന് പറയുന്നത് ശരീഅത്തിന്റെ ഖിദ്മത്തിനുള്ളതാണ്. ഫി തക്മീലി ജുസ്ഇഹാ അസാലിസ്, ആ ശരീഅത്തിന്റെ അവസാനത്തെ 3-ാമത്തെ ഭാഗം പൂർത്തിയാക്കാനുള്ള ഒരു സംഗതിയാണ് ഈ ഹഖീഖത്ത് എന്ന് പറയുന്നതും അതുപോലെ ത്വരീഖത്ത് എന്ന് പറയുന്നതും. അതല്ലാതെ ഫൽ മഖ്സൂദ് മിൻ തഹ്സീൽ കുല്ലി മിൻഹുമാ, ഇത് രണ്ടിൽപ്പെട്ട ഓരോന്നും കരസ്ഥമാക്കുന്നതിനാലുള്ള ഉദ്ദേശ്യം തക്മീലു ശരീഅത്തി, ശരീഅത്തിനെ പൂർത്തിയാക്കലാണ്. ലാ അംറുൻ ആഖറു വറാ അശ്ശരീഅ, ശരീഅത്തിന്റെ അപ്പുറത്തുള്ള വേറൊരു സംഗതിയാണെന്നാണ്, അത് വേറൊരു ഭാഗമാണ് എന്ന് പറഞ്ഞല്ലോ. മൗലവിമാർക്കൊന്നും തിരിയാത്ത വേറൊരു ഭാഗമാണ് എന്നതല്ല തരീഖത്ത്, ഹഖീഖത്ത് എന്ന് പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഹിന്ദി തന്റെ ഈ അൽ മക്തൂബാത്ത് അൽ മുൻതഖബാത്ത് മിനൽ മക്തൂബാത്ത് ഈ ഗ്രന്ഥത്തിന്റെ 7-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് ത്വരീഖത്ത്, ശരീഅത്ത് എന്ന് പറയുന്നത് രണ്ടും അത് ശരീഅത്തിന്റെ ഭാഗമാണ്, അതിന്റെ പൂർത്തീകരണമാണ്. സഹോദരന്മാരെ, ഇനി എന്താണ് ഈ ത്വരീഖത്ത്? നമ്മൾ ചെറിയ രൂപത്തിൽ വിശദമായി പറയേണ്ടതാണ്. പഴയ കാലത്തൊക്കെ നമുക്കറിയാം, നിസ്കാരത്തിന്റെ മറന്നും നോമ്പിന്റെ ഷർത്തൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മളിപ്പോ പഠി വെക്കണം. അപ്പൊ അല്പസമയം എല്ലാവരും സഹിച്ചിരുന്നാലും ഇത്തരം ഈ സാങ്കേതികമായ വിഷയങ്ങൾ ചെറിയ രൂപത്തിൽ ഒരു വിവരണം വിശദീകരിക്കാൻ സമയമല്ല, ഒരുപാട് വിശദീകരണങ്ങൾ ഇതിനൊക്കെ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം ഇത് പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റഹിമഹുല്ലാ തങ്ങൾ തന്റെ തഫ്സീറുൽ ബൈളാവിയിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. എന്താണ്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ തഖ്വ എന്ന് പറയുന്ന, തഖ്വ നമുക്കറിയാം, തഖ്വ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് നമ്മൾ മൊത്തത്തിൽ പറയും. എന്നാൽ മഹാൻ പറഞ്ഞു, തഖ്വ എന്ന് പറയുന്നതിന് 3 മർത്തബയുണ്ട്. വലഹു സലാസു മറാത്തിബ, 3 മർത്തബയുണ്ട് തഖ്വ എന്ന് പറയുന്ന സംഗതി. അൽ ഊല, ഒന്നാമത്തേത് അത്തബഖിയാനിൽ അദാബിൽ മുഖല്ലദി ബിത്തബരി അനി ശിർക്കി. ബഹുമാനപ്പെട്ട ഇമാം ആളി ബൈളാവി റഹിമഹുല്ല തന്റെ തഫ്സീറുൽ ബൈളാവിയിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. മഹാനവറുകൾ പറഞ്ഞു, ഒന്നാമത്തേത് ശാശ്വതമായി നരകത്തിൽ കിടക്കേണ്ടി വരുന്ന ആ അദാബിൽ നിന്ന് കാക്കലാകുന്നു, സൂക്ഷലാകുന്നു. അതായത് നമ്മള് ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന ഈമാൻ കളയാതെ സൂക്ഷിക്കുക. ഇതാണ് ഒന്നാമത്തെ മർത്തബ. വസാരിയത്തു, രണ്ടാമത്തേത് അത്തജന്നുബു അൻ കുല്ലി മാ യുഗ്സു
മിൻ ഫിഅലിൻ ഔ തർകിൻ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, രണ്ടാമത്തെ മർത്തബ എന്ന് പറയുന്നത് തെറ്റുകളിൽ നിന്ന് നമുക്ക് കുറ്റമുണ്ടാകുന്ന, ആഖിറത്തിൽ കുറ്റമുണ്ടാകുന്ന എന്തെല്ലാം സംഗതികളുണ്ടോ അതിനൊക്കെ വെടിഞ്ഞ്, ചില കാര്യങ്ങൾ ചെയ്യുമ്പോ കുറ്റമുണ്ടാകും, ചിലത് ചെയ്തില്ലെങ്കിൽ കുറ്റമുണ്ടാകും. ഇപ്പൊ നിസ്കാരം നിർവഹിച്ചില്ലെങ്കിൽ കുറ്റമുണ്ടാകും, കള്ളുകുടി നിർവഹിച്ചാൽ കുറ്റമുണ്ടാകും. ഏതായാലും ആഖിറത്തിൽ കുറ്റമുണ്ടാകുന്ന കാര്യങ്ങൾ ഏതുമോ അതിനൊക്കെ വെടിഞ്ഞു നിൽക്കുക. അത് ചില ചെറുദോഷമാണെങ്കിൽ തന്നെയും അതിൽ നിന്നും വേറിട്ട് ഇതിലൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. ഇതാണ് രണ്ടാമത്തെ മതം. മൂന്നാമത്തെ സാധാരണഗതിയിൽ തഖ്വ എന്ന് പറയുന്നത് ഈ അർത്ഥത്തെ കുറിച്ചാണ്, ഈ രണ്ടാമത്തെ അർത്ഥത്തെ കുറിച്ച്, അതായത് തെറ്റുകളിൽ ഒഴിഞ്ഞു നിൽക്കുക, തെറ്റുകളൊന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. മൂന്നാമത്തേത് മൂന്നാമത്തെ മർത്തബ അതായത് എല്ലാ തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് അവന്റെ മനസ്സിൽ അള്ളാഹു എന്ന വിചാരം മാത്രമേ ഉള്ളൂ. ഉടനായി അള്ളാഹുവിലേക്ക് അങ്ങ് മുറിഞ്ഞു വീഴുക, മറ്റൊരു ചിന്തയും അവനില്ലാത്തവനാവുക. ഈ അവസ്ഥ എത്തുന്ന ആ ആൾ തഖ്വയുടെ മൂന്നാമത്തെ മർത്തബ എത്തിച്ച ആളുന്നു. എന്നിട്ട് ഇമാം ബൈളാവി പറഞ്ഞു, വഹുവ തഖ്വൽ ഹഖീഖിയുൽ മത്ലൂബ് ബിഖൗലിഹി ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി. ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി എന്ന് ഖുർആൻ പറഞ്ഞത് ഈ മർത്തബയെ കുറിച്ചാകുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ മൂന്ന് മർത്തബ തഖ്വക്ക് ഉണ്ട്. ഇത് വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ശൈഖ് സാദർ തന്റെ അതിന്റെ വ്യാഖ്യാനത്തിൽ ഹാഷിയയിൽ പറയുന്നത് കാണാം. കണ്ടോ, മഹാൻ പറഞ്ഞു, വഹാദിഹിൽ മർത്തബത്തു മിന തഖ്വ അഖസ്സുൽ ഖവാസ്. അതായത് നമ്മൾ മൂന്നാമത് പറഞ്ഞല്ലോ, മറ്റൊന്നും ഒരു ചിന്തയുമില്ലാതെ അള്ളാഹുവിൽ മാത്രം ചിന്തിക്കുക, മുഴുവനായി അള്ളാഹുവിലേക്ക് ലയിച്ചു വീഴുക എന്ന് പറഞ്ഞല്ലോ. അത് അഖസ്സുൽ ഖവാസിന്റെ തഖ്വയാണ്, പ്രത്യേകക്കാരിൽ വെച്ച് പ്രത്യേകക്കാരുടെ തഖ്വയാണ്. രണ്ടാമത് വൽ മർത്തബത്തു സാനിയത്തു മിൻഹ, ഇതിൽ നിന്ന് പറഞ്ഞ രണ്ടാമത്തെ സ്ഥാനമുണ്ടല്ലോ, ഈ രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് തഖ്വൽ ഖവാസ്, പ്രത്യേകക്കാരായ ആളുകളുടെ തഖ്വയാണ്. വൽ മർത്തബത്തുൽ ഊല, ഒന്നാമത്തെ തഖ്വ എന്ന് മർത്തബ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു തഖ്വൽ അവാമി, അവാമിന്റെ തഖ്വയുമാകുന്നു. അപ്പൊ തഖ്വക്ക് മൂന്ന് മർത്തബയാണ്. ഒന്ന് സാധാരണക്കാരായ ആളുകൾ, അത്യാവശ്യമുള്ള കർമ്മ വിശ്വാസവും കാര്യങ്ങളും ഉള്ളത്. രണ്ടാമത്തെ മർത്തബ എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് മുക്തമായി, അള്ളാഹു വിരോധിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും മുക്തമായി ഇങ്ങനെ ജീവിക്കുന്നയാൾ. ഒന്നാമത്തെ ആളെ കുറിച്ച് ത്വാലിബ് എന്ന് സാങ്കേതികമായി പറയും. രണ്ടാമത്തെ ആളെ കുറിച്ച്, ഈ തെറ്റുകളിൽ നിന്നൊക്കെ മുക്തമായി ഇങ്ങനെ ജീവിക്കുന്ന ആളെ കുറിച്ച് സാലിഖ് എന്ന് പറയും. സാലിഖ് എന്ന് പറഞ്ഞാൽ അതാ, തെറ്റുകളിൽ നിന്നൊക്കെ മുക്തമായി അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നയാൾ. മൂന്നാമത്തെ മർത്തബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തമായി അവന്റെ വിചാരത്തിനും വികാരത്തിനും അള്ളാഹു മാത്രമായി അവൻ മുഴുവനായി അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്നവൻ. ഇങ്ങനെയുള്ള ആളെ കുറിച്ച് വാസില് എന്നും പറയും സാങ്കേതികമായി. അപ്പൊ താലിബ്, സാലിക്ക്, വാസില്. സഹോദരന്മാരെ, ഇവിടെ ത്വരീഖത്ത് എന്ന് പറയുന്നത്, ഞാനതിനാണിത് പറഞ്ഞത്, ത്വരീഖത്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ മർത്തബയായ സാലിക്ക് എന്ന് പറഞ്ഞത്. ഈ സാലിക്കായ മനുഷ്യൻ തെറ്റുകളിൽ നിന്ന് മുക്തനായിക്കൊണ്ട് ഒരു തെറ്റുകളൊന്നും ചെയ്യാതെ ഇങ്ങനെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അള്ളാഹുവിലേക്ക് വാസിലാകുന്ന ആ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആ സാലിക്ക്, ആ മർത്തബയിലെത്തിയ വ്യക്തി, ആ വ്യക്തിക്കുള്ള ഒരു പ്രത്യേക പ്രയാണത്തിനാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ഞാൻ വായിക്കാം, ബഹുമാനപ്പെട്ട ഇമാം സയ്യിദ് ഷരീഫുൽ ജുർജാനി രേഖപ്പെടുത്തിയത് കാണാം. ത്വരീഖത്ത് എന്ന് പറയുന്നത് ഹിയ സൈറത്തുൽ മുഖ്തസത്തു ബിസ്സാലികീന ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് സുലൂക്കിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന സാലിക്കുകളായ ആളുകൾ. അപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തെറ്റുകളിൽ നിന്നൊക്കെ മുക്തമായി അള്ളാഹുവിന്റെ സാമീപ്യം നേടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേകമായ ഒരു പ്രയാണം, അവരുടെ ഒരു പ്രത്യേക അവസ്ഥ, ഇതിനാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുല്ലാഹിബ്ൻ അബീ ബക്കർ അൽ ഐദറൂസി പറഞ്ഞത് കാണാം, അത്വരീഖത്തു വൽ അഖ്ദു ബിത്തഖ്വ, തഖ്വ പിടിക്കലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ തഖ്വ. വമാ യുഖർരിബുക മിനൽ മൗല, അല്ലാഹുവിനോട് അടുപ്പിക്കുന്ന ഒന്നിനെയും നീ മുറുകെ പിടിക്കുക. അതെന്തൊക്കെ? മിൻ ഖത്ഇൽ മനാസിലി വൽ മഖാമാതി, മഖാമുകൾ, അതുപോലെ മൻസിലുകൾ, അതിനെയൊക്കെ മുറിച്ച് കടന്നുകൊണ്ട് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥ. ഈ അവസ്ഥ
ഈ സാലിക്കിനുണ്ടാകുന്ന അവസ്ഥകളാണ്. ഈ സാലിക്കിന് പ്രത്യേകമായിട്ടുള്ള മുഖ്തസായിട്ടുള്ള ഒരു പ്രയാണത്തിനാണ് ത്വരീഖത്ത് എന്ന് പറയുക. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുമായി നമുക്ക് സാധാരണക്കാരായ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുമായി സാമീപ്യം നേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരിങ്ങനെ സഹോദരന്മാരെ അങ്ങനെ തെറ്റുകളൊന്നും ചെയ്യാതിരിക്കുമ്പോ അവന്റെ കൽബിലേക്ക് മലക്കൂത്തിയായ ഭാഗത്തിൽ നിന്ന് ഒരു ചെറിയ പ്രകാശം അവന്റെ കൽബിലേക്ക് വരും. തെറ്റുകളൊന്നുമില്ല, അവൻ അള്ളാഹുവിന്റെ കുറിച്ചുള്ള ശ്രദ്ധയിലും തെറ്റുകൾ എന്നൊക്കെ പരിപൂർണനായി ഇങ്ങനെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ്. മലക്കൂത്തിയായ അവസ്ഥയിൽ നിന്ന് അവന്റെ കൽബിലേക്ക് ഒരു നൂറ് വരുന്നു. സഹോദരങ്ങളെ, ആ സന്ദർഭത്തിൽ തസവുഫിന്റെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചത് കാണാം. അവനെ പിഴപ്പിക്കാൻ വേണ്ടി പിശാചിന്റെ ഭാഗത്ത് നിന്ന് 99 കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. 99 കവാടങ്ങൾ. ആ 99 കവാടങ്ങളിലൂടെയും പിശാചി അവനെ സ്വാധീനിച്ച് അവനെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ പിശാചിന്റെ കെണിവലകളിലൊന്നും പെടാതെ അവൻ ആ സാലിക്കായിട്ടുള്ള മനുഷ്യൻ സഹോദരങ്ങളെ വാസിലാകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പിക്കാനാണ് ത്വരീഖത്ത് അല്ലെങ്കിൽ ഷെയ്ഖ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ഈ കണ്ട എല്ലാ ആളുകൾക്കും കിട്ടണേ ത്വരീഖത്ത് വേണം. മെമ്പർഷിപ്പ് ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഒരു ത്വരീഖത്തിന്റെ കടലാസ്, മുരീദ് നമ്പർ ഇത്ര, മറ്റേ നമ്പർ ഇത്ര, ഇങ്ങനെ സീൽ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ത്വരീഖത്ത് നമ്പർ 1, 2, 3, 4 എന്ന് സീൽ അടിച്ച് കൊടുക്കുക. അതല്ല ത്വരീഖത്ത്. ഈ സാധുക്കൾക്ക് ത്വരീഖത്ത് അല്ലാതെ തിരിഞ്ഞിട്ടില്ല. എന്നിട്ട് ചോദിച്ചു, ആലി മുസ്ലിയാർ ത്വരീഖത്ത് കൊടുത്തില്ലേ, നമ്പർ താങ്കൾ കൊടുത്തില്ലേ, ഉമർ ഖാദി കൊടുത്തില്ലേ? അത് ഞാൻ പറഞ്ഞുതരാം, ആരെ കൊടുത്തോ ഇല്ലേന്ന് ഞാൻ അവർക്ക് എത്തുന്നുണ്ട്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. മഹാത്മാക്കളായ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞത്. എങ്ങനെ? മിൻ വത്തറതീഫിൽ മഖാമാത്തി, വിവിധങ്ങളായ മഖാമുകൾ കഴിഞ്ഞ് അതിൽ ഉന്നതി പ്രാപിച്ച് മുന്നോട്ടെത്തണം. ഏതൊക്കെ മഖാമ? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഷെയ്ഖ് സയ്യിദ് മുഹമ്മദുൽ ബൂയസീദ് റഹിമഹുല്ല പറയുന്നത് കാണാം. തന്റെ അൽ ആദാബുൽ മർവിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, യസ്ലുകു ബിഹി മഖാമൽ ഖൗഫി മിനല്ലാഹ്, അള്ളാഹുമായുള്ള ഖൗഫിന്റെ മഖാമ്. അതുപോലെ തന്നെ യസ്ലുകു ബിഹി മഖാമൽ റജായി, റജാഇന്റെ മഖാമ്, മഖാമുൽ മുറാഖബ, മുറാഖബന്റെ മഖാമ്, മഖാമുൽ ഗൈബത്ത്, മഖാമുൽ ഹുദൂർ. വിശദമായ ഉദ്ധരണിയാണ്. നമ്മളെ ആളുകൾ ഈ ജാതി മഖാമ് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഒരു ത്വരീഖത്ത് വാദിക്കൂലല്ലോ. ഈ ജാതി മഖാമുകളൊക്കെ മുറിച്ച് കടന്ന് വേണം സാലിക്ക് അള്ളാഹുവിലേക്കുള്ള പ്രയാണം നടത്താൻ. ഈ പ്രയാണം നടത്തുന്ന ആ അവസ്ഥ, അപ്പോഴാണ് ഒരു ഷെയ്ഖിന്റെ ആവശ്യമുള്ളത്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ ഒരു അവസ്ഥ എത്തിയിട്ടുണ്ടോ നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതൻ, ത്വരീഖത്തുകാരെന്ന് പറയുന്ന ഷെയ്ഖാവട്ടെ, ഖലീഫമാരാവട്ടെ, മുരീദുമാരാവട്ടെ, ആരെടുത്ത് പരിശോധിച്ചു നോക്ക്. നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. ഈ അള്ളാഹുവിന്റെ ദോഷങ്ങളിൽ നിന്നൊക്കെ മുക്തനായി പാപക്കറകളൊന്നുമില്ലാതെ സ്ഫടിക സമാനമായ ഹൃദയവുമായി അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുത്തടുത്തുകൊണ്ടിരിക്കുമ്പോ നമുക്കറിയാം, അവിടെ പിശാചി പിഴപ്പിക്കാൻ വരുമ്പോ അതിനെ തടയിടാൻ ഒരു മുറബിയായ ശൈഖ്, ഒരു കാമിലായ ശൈഖ്, ഒരു മുക്കമ്മിലായ ശൈഖ്. നമ്മുടെ നാട്ടിലുള്ള ഈ മുരീദമാര്, ഖലീഫമാര് എന്നൊക്കെ പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അത് ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞാനതൊന്നും പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. ത്വരീഖത്ത് എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥ കൊണ്ടാണ്. അത് എല്ലാ ആളുകൾക്കും, കണ്ട ആടകോടനും അല്ലാത്തവർക്കും ഒക്കെ കണ്ടുപിടിക്കാൻ കഴിയുന്ന, എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു മേഖലയല്ല ഇത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്ക് അറിയാം. അറിയുന്നത് കൊണ്ടാണ് സഹോദരങ്ങളെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇവരുടെ ഈ ത്വരീഖത്തിനെതിരെ തീരുമാനമെടുത്തത്. അതാ ഞാൻ പറയുന്നത്. ത്വരീഖത്ത് എന്താണ്? അത് ആർക്കാണ്? അത് ആരാണ് നടത്തേണ്ടത്? അതിൽ മെമ്പറാവേണ്ടത് ആരൊക്കെയാണ്? ഇത് പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഉലമാക്കൾ, നമുക്കറിയില്ലേ, താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ തീരുമാനിച്ചു, ആലുവ ത്വരീഖത്തിൽ നിന്ന്, യൂസുഫ് സുൽത്താനി ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആലുവ ത്വരീഖത്തിൽ നിന്ന് മുസ്ലിം ബഹുജനങ്ങൾ വിട്ടു നിൽക്കേണ്ടതാണ്. ഞങ്ങൾക്കത് പഠിച്ചിട്ടാ പറഞ്ഞത്, വെറുതല്ല. പഠിച്ചിട്ടാ പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ട് പറയും, നിങ്ങൾ ശൈഖിനെ കണ്ടോ, അവിടെ ആലുവി പോയി നോക്കി, അപ്പ അറിയാം. ആലുവി പോയി തന്നെ ഞാൻ വരുന്നത്, അത് ഞാൻ പിന്നീട് പറയാം. സഹോദരന്മാരെ,
അപ്പോ സമസ്തയുടെ ഉലമാക്കൾ പ്രഖ്യാപിച്ചു ഇത് ശരിയല്ല, ഇത് തരീഖത്തിന്റെ യോഗ്യതയോ മുറബിന്റെ യോഗ്യതയോ മുരീദിന്റെ യോഗ്യതയോ നേടിയിട്ടില്ല. ഇനി നിങ്ങൾ നോക്ക്, സമസ്ത ചേളാരി വിഭാഗത്തിന്റെ റിപ്പോർട്ട് അവരും കൂടി സമസ്തയുടെ 2006 ഫെബ്രുവരി 8 ഇറങ്ങിയ സിറാജ് പത്രം എടുത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ആലുവ തരീഖത്ത് ശർഈ അത് മുസ്ലിം ബഹുജനങ്ങൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കണം, അതൊരിക്കലും ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞ് സമസ്ത നേരത്തെ പ്രഖ്യാപിച്ചു. ഇനി നിങ്ങൾ നോക്ക്, നമ്മുടെ ചേളാരി വിഭാഗം സമസ്തക്കാർ അവരും ഇതിൽ ഒട്ടും പുറകിലല്ല. കണ്ടോ, പുതിയ തരീഖത്ത് സുന്നികളെ വഴിതെറ്റിക്കുന്നു സമസ്ത. അവരും പറഞ്ഞു ഞങ്ങൾ സംഗതി പറഞ്ഞ APEK ഗ്രൂപ്പ് വഴി ഞങ്ങള് ശാഖാപരമായും സംഘടനാപരമായും നയപരമായിട്ടും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ആരും പറഞ്ഞറിയിക്കേണ്ടതില്ല, ഭയങ്കര പ്രശ്നമാണ്, അത് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങൾ മോശമാണെന്ന് പറയുന്നതിൽ ഞങ്ങൾ രണ്ടു കൂട്ടരും മുത്തഫക്കാലേ, അതല്ലേ രസം. ഏതെങ്കിലും ഉണ്ടല്ലോ, എന്നാ ഒരാളെങ്കിലും ഒന്ന് ഓല താങ്ങ, അതില്ലേ. രണ്ടു കൂട്ടരും ഞങ്ങൾക്ക് വിവരമില്ല, അത് വേറെ കാര്യം ഞാൻ പറയാം. ഈ രണ്ട് സമസ്തയിലുള്ള ആളുകൾക്ക് ഒരു ചുക്കും അറിയില്ല എന്നാ. വിവരം എന്ന് പറഞ്ഞത് ഇപ്പം ഈ നാളെ വന്ന 5 ആളിൽ മാത്രം മുൻഹസറാണ്, വേറെ ഒരാൾക്ക് അത് വിട്ടുപോയിട്ടില്ല. മനസ്സിലായില്ലേ? ആയിരിക്കട്ടെ, ഞങ്ങൾക്ക് വിവരം അത് ഇരിക്കട്ടെ, ഞാൻ പിന്നീട് പറയാം. ഏതാവട്ടെ, സമസ്തയുടെ 2 വിഭാഗം സമസ്തയുടെ ഉലമാക്കളും ഏകോപിച്ചതാണ്. ഈ സമസ്തയുടെ തീരുമാനം വരുന്നത് ഫെബ്രുവരി 2006 ഫെബ്രുവരി 8-ാം തീയതി സിറാജ് പത്രത്തിൽ ഈ വാർത്ത വന്നത് നമുക്ക് കാണാൻ കഴിയും. ഫെബ്രുവരി 7-നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനിച്ചത്. അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞ് മെയ് മാസം 10-ാം തീയതി 2006 അതോ പ്രഖ്യാപനം വന്നു. ചേളാരി സമസ്തക്കാരും പ്രഖ്യാപിച്ചു, പുതിയ തരീഖത്ത് സുന്നികളെ വഴിതെറ്റിക്കുന്നു സമസ്ത, അതുകൊണ്ട് അതിൽ പങ്കെടുക്കരുത്. അപ്പൊ 2 വിഭാഗം സമസ്തയുടെ ഉലമാക്കൾ, സഹോദരന്മാരെ, ആ ഉലമാക്കളും എടുത്ത തീരുമാനമാണ് ഞങ്ങൾ ഈ തരീഖത്ത് നിങ്ങൾ ചെയ്യുന്നത് ആലുവ തരീഖത്ത് എന്ന പേരിലുള്ള നിങ്ങളെ തരീഖത്ത് ശരിയല്ല. 2 വിഭാഗം സമസ്തക്കാർ. ഞങ്ങൾ 2 വിഭാഗം സമസ്തക്ക് ഒരുപാട് കുഴപ്പങ്ങൾ നിങ്ങൾക്ക് പറയാണ്ടാവും, അതൊക്കെ ഞാൻ അവിടേക്ക് എത്തട്ടെ, ഞാൻ പറയാം. ഇവിടെ പ്രസംഗിച്ച ഷെയ്ഖ് ഇസ്മായിൽ ഫൈസി, അങ്ങനെയാണ് അയാളെ പല തസ്തിക എന്റെ കയ്യിലുണ്ട്, മാറ്റൊലിയുണ്ട്, അതിലുണ്ട്. ഷെയ്ഖ് ഇസ്മായിൽ ഫൈസി ആലുവ യൂസുഫ് സുൽത്താന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഖലീഫയാണ് അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചതിൽ കാണാം സമസ്ത കണ്ടോ, ഷെയ്ഖ് ഇസ്മായിൽ ഫൈസി സാധാരണ എന്നല്ല, ഷെയ്ഖ് ഇസ്മായിൽ ഫൈസി സാത്വികനായ പണ്ഡിതൻ, ആയിക്കോട്ടെ, നമുക്ക് എതിർപ്പില്ല. ആ പണ്ഡിതൻ പറഞ്ഞത് എന്താണെന്നറിയോ? സമസ്ത പണ്ഡിത സംഘടനകൾ ഇതിനെ എതിർത്തു, അത് എതിർത്തത് ദുരുദ്ദേശപരമാണ് എന്നാ അദ്ദേഹം പറഞ്ഞു. ദുരുദ്ദേശപരമാണ്, സമസ്തയുടെ പണ്ഡിതന്മാർക്ക് ഇത് എതിർത്തതിൽ ദുരുണ്ട്. സഹോദരന്മാരെ, എന്നിട്ടോ സമസ്തയുടെ ഉലമാക്കൾ ഇതിനെ എതിർത്തപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ ബുദ്ധി മറ്റൊരു ആലയത്തിൽ പണയം വെച്ചിട്ടില്ലാത്ത സഹോദരങ്ങൾ ചിന്തിക്കണം. ഇതേതാണ് പുസ്തകം എന്നറിയോ? തരീഖത്ത് ജീലാനി സ്റ്റഡി സെന്റർ വളാഞ്ചേരി ഇറക്കിയതാ. അതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറയട്ടെ, ഇവിടെ പ്രസംഗിച്ച എല്ലാ ശൈഖുമാരും മുരീദുമാരും ഖലീഫമാരും പ്രസംഗിച്ചു, ഓ ജനങ്ങളെ, നിങ്ങൾ SSFിലേക്ക് SKSSലേക്ക് നിങ്ങൾ ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ പിന്നാലെ നിങ്ങൾ ഒരിക്കലും പോകരുതേ, നിങ്ങൾ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ പിന്നാലെ അല്ല പോകേണ്ടത്, തൗഹീദിന്റെ കലിമത്തിലേക്ക് അതിന്റെ പിന്നാലെ പോകൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞു. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇതേതാ? ഇത് തരീഖത്ത് വിമർശനങ്ങൾക്ക് മറുപടി. മറ്റേതാ? ജീലാനി സന്ദേശം മാസിക, ജീലാനി സന്ദേശം. ഇതേതാ? ഇതാ അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ദ്വൈവാരിക. ഇതൊക്കെ ആരാ ഇറക്കുന്നതെന്ന് അറിയോ നിങ്ങൾ? ഇതാ ഞാൻ വായിക്കാം. ജീലാനി സ്റ്റഡി സെന്റർ വളാഞ്ചേരി, ജീലാനി സ്റ്റഡി സെന്റർ. ഇത് പിന്നെ അറബിയ, ഇത് ഖുർആൻ ശരീഫ. ഈ ജീലാനി സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് അക്ഷരങ്ങളെ പിന്നാലെ നിങ്ങൾ പോകരുതേ എന്ന് പറഞ്ഞ ആളുകൾ ഇറക്കുന്നത് മാസികകൾ, അവരുടെ വീക്കിലികൾ, വാരികകൾ, അതൊക്കെ ജീലാനി സ്റ്റഡി സെന്റർ വളാഞ്ചേരി. അത് ഖുർആൻ ശരീഫിലുള്ള പദവിക്കാരാണ്, അല്ലെങ്കിൽ മൊയ്തീൻ ഷേഖിന്റെ ഫുത്തുഹുൽ ഗൈബിലുള്ളതാണോ? അല്ലേ? എന്താ ചങ്ങാതിമാർ, അതൊക്കെ പറയുമ്പോൾ ഒന്ന് ആൾപ്പാർപ്പുണ്ടോ എന്ന് നോക്കണ്ടേ? ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും പറയാൻ പറ്റും. എന്നിട്ട് വലിയ ഇംഗ്ലീഷ് അക്ഷരങ്ങളെ പിന്നാലെ പോകരുതേ. അപ്പൊ നിങ്ങളും ഈ പേരിലൊക്കെ ഇംഗ്ലീഷ് സ്വീകരിക്കുന്നുണ്ട്, അതുകൊണ്ടൊന്നും ഇസ്ലാമൊന്നും പുറത്തു പോകൂല. നമ്മൾ SSF SYS എന്ന് പറയുമ്പോഴേക്ക് ഇസ്ലാമൊന്നും പുറത്തു പോകുന്നില്ല. അത് നിങ്ങൾക്ക് കഥയില്ലാത്തതിന്റെ അവസാനത്തെ ഉദാഹരണമാണ്. അത് എത്ര ഞാൻ പറയുന്നു. അതുകൊണ്ടാണ് നിങ്ങളും ഈ പേര് സ്വീകരിക്കുന്നത്. ഏതോ ആവട്ടെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഇത് കള്ളത്തരീഖത്താണ്, നിങ്ങൾ മുസ്ലിം ബഹുജനങ്ങൾ മാറി നിൽക്കണം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇവരുടെ ഈ പുസ്തകം തരീഖത്ത് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പേരിൽ ജീലാനി സ്റ്റഡി സെന്റർ വളാഞ്ചേരി പുറത്തിറക്കിയ ഈ പുസ്തകത്തിൽ പറയുന്നത് നോക്ക് നിങ്ങൾ. എന്താ പറയുന്നത്?
സമസ്ത സ്ഥാപിച്ചത് വഹാബി. നോക്കി നിങ്ങൾ, മദ്രസകൾ ഉണ്ടാക്കി, ശരീഅത്ത് കോളേജുകൾ ഉണ്ടാക്കി, ഇസ്ലാമിക വൈജ്ഞാനികമായ പരിപാടികളും ആത്മീയമായ പുരോഗതികളും, എന്തിനധികം ഈ പറഞ്ഞ ശൈഖ്, മുരീദും, ഖലീഫും, മുറബ്ബിയും എല്ലാവർക്കും അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ വരെ പഠിപ്പിച്ചു കൊടുത്ത് അവരെയൊക്കെ ഫൈസിയാക്കിയത്. ഫൈസിയാക്കിയത് ഷെയ്ഖ് ഇസ്മായിൽ ഫൈസിയാവട്ടെ, ഫദ്ലുള്ള ഫൈസിയാവട്ടെ, അബ്ബാസ് ഫൈസിയാവട്ടെ, വേറെ ഏത് ഫൈസിയാവട്ടെ, മറ്റേ ഹുദവിയാവട്ടെ, മറ്റേ അഹ്സനിയാവട്ടെ, ഏതാണെങ്കിലും അവരെയൊക്കെ ഈ ബിരുദധാരികളും അവരൊക്കെ പണ്ഡിതന്മാരും മാറ്റിയെടുത്തത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്ന കാര്യം കണ്ണും കാതുമുള്ള ആളുകൾക്ക്, കേരളീയ മുസ്ലിമീങ്ങൾക്ക് മുമ്പിൽ മറച്ചു വെക്കാൻ കഴിയുകയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്കറിയില്ല ഈ കാര്യം. എന്നിട്ട് ഇവർ പറയുന്നുണ്ടോ, സമസ്തയുടെ ഉലമാക്കളെ തീരുമാനം വന്നപ്പോ സമസ്ത സ്ഥാപിച്ചത് വഹാബി. എങ്ങനെയുണ്ട്? 924 സമസ്തയെ സ്ഥാപിച്ചത് തന്നെ വഹാബികളാണ്. എന്നിട്ട് പറയുന്നുണ്ടോ കേരളത്തിൽ, എന്റെ അവസാനം, കേരളത്തിൽ ഇസ്ലാമിനെ തകർക്കാൻ, നോക്കണേ, ഇസ്ലാമിനെ തകർക്കാൻ ഇസ്ലാം വിരുദ്ധ ചേരി ആലോചിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് പണ്ഡിത സഭകളുടെ രൂപീകരണം. നോക്ക് നിങ്ങൾ, ഇസ്ലാമിനെ കേരളത്തിൽ തകർക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം വിരുദ്ധ ലോബികൾ ശ്രമിച്ച പണിയുടെ ഭാഗമാണ് കേരളത്തിലുള്ള പണ്ഡിത സഭകളുടെ രൂപീകരണം. കഴിഞ്ഞില്ല, കേരളത്തിൽ വഹാബി വിഷബീജം വിതക്കാൻ അവർ ആവിഷ്കരിച്ച ഗൂഢപദ്ധതിയാണ്. മജ്‌ലിസുൽ ഉലമയും കേരള ജംഇയ്യത്തുൽ ഉലമയും ഐക്യസംഘവും മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന് പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന സമസ്തയുടെ പിറവി പോലും സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ വേണ്ടിയായിരുന്നു. ഇത് നിഷേധിക്കാൻ കഴിയോ? കോട്ടുമലയിലുള്ള ആളുകൾ ഇത് മനസ്സിലാക്കണം. ഇവിടെ പ്രസംഗിച്ച ആളുകൾ പറഞ്ഞിരുന്നു, കോട്ടുമലയിലുള്ള ആളുകൾ ഇനി ഈ പണ്ഡിതന്മാരെ കടത്താനേക്കരുത്, ശബ്ദം കളിക്കരുത്, അവിടെ പോകാനേക്കരുത്, തെക്കുബീർ ചെല്ലരുത്, കൈ പിടിച്ച് മുത്തരുത്, പലതും മുത്തരുത്. നമുക്ക് നോക്കുക, കോട്ടുമലയിലെ ആളുകൾ ഏതാ സ്വീകരിക്കാൻ നോക്കുക. നിങ്ങളെയാണോ കൈ പിടിച്ച് മുത്തുക, അതോ ഈ ഉലമാക്കളെയാണോ? നമുക്കൊന്ന് നോക്കാലോ. പറയൂ നിങ്ങൾ, കഴിഞ്ഞ 80 വർഷക്കാലം, അതിലേറെ വർഷക്കാലം കേരളത്തിൽ മതഭൗതിക ആത്മീയ രംഗത്ത് ഏറ്റവും വലിയ വിപ്ലവകരമായ നേട്ടം നടത്തിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആധികാരിക പണ്ഡിത സംഘടന പിളർന്നതിന് ശേഷമുള്ള കഥയല്ല ഞാൻ പറയുന്നത്. 920-കൾക്ക് ശേഷം 24-ൽ 26-ൽ രജിസ്റ്റർ ചെയ്ത സമസ്തയുടെ ആ സംഘടന രൂപീകരിക്കുന്നത് തന്നെ വഹാബികളാണെന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, ഈ ഒരാശയം ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഈ രാജ്യത്തുള്ള ഖാദിയാനികൾ പറഞ്ഞിട്ടുണ്ടോ? ഈ രാജ്യത്തുള്ള വഹാബികൾ പറഞ്ഞിട്ടുണ്ടോ? മൗദൂദികൾ പറഞ്ഞിട്ടുണ്ടോ? പോകട്ടെ, യുക്തിവാദികൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കേണ്ടതല്ലേ ഇത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ കഴിഞ്ഞുപോയ 80 കൊല്ലക്കാലം കഴിഞ്ഞുപോയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ അബുസ്സഅദാത്ത് അഹ്മദ് കോയ ശാരിയാത്തി, 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ യോഗ്യനായ പണ്ഡിതൻ, ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ബാഫഖി തങ്ങൾ, അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. സഹോദരങ്ങളെ, ഞാനിത് പറയട്ടെ, സമസ്തയുടെ പൂർവ്വകാല പണ്ഡിത മഹത്തുക്കൾ മുഴുവനും, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പണ്ഡിതന്മാരും അവരൊക്കെ വഹാബിസമായിരുന്നു പ്രചരിപ്പിച്ചത്. അതിനുവേണ്ടിയാണ് അവര് സമസ്ത ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ആലുവ തരീഖത്തിന് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനി നിങ്ങൾ, ഇതാണ് ആലുവ തരീഖത്ത്. അവര് പറയുന്ന സംഗതി തെറ്റാണെന്ന് പറയുമ്പോഴേക്ക് പണ്ഡിത സംഘടനയെ മുഴുവനും എതിർക്കുക മാത്രമല്ല, കേരളത്തിൽ ഇസ്ലാമിന്റെ തനിമ നശിപ്പിക്കുവാനും ഇസ്ലാമിനെ തന്നെ തകർപ്പിക്കുവാനും ഹംഫലിന്റെ ചാരന്മാരുണ്ടാക്കിയ വഹാബീസൻ എന്ന് പറയുന്ന ആ പ്രസ്ഥാനം വിജയിപ്പിക്കാനും ആ പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുമാണ് സമസ്ത രൂപീകരിച്ചത് എന്ന നാണം കെട്ട കള്ളക്കഥ, സഹോദരങ്ങളെ, തനിച്ച വ്യാജം, തനിച്ച ആരോപണം പറഞ്ഞ ആലുവക്കാരെ, നിങ്ങൾക്ക് മുസ്ലിം കേരളം മാപ്പ് തരില്ല. ഇതേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇവിടെയുള്ള ആളുകളൊക്കെ ബുദ്ധിയുള്ളവരാണ്, അവരിവിടെ ചിന്താശക്തിയുള്ളവരാണ്. ഇത് നിങ്ങൾ എഴുതിയിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇവിടെയുണ്ടല്ലോ, ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഈ പറയുന്നത് കേൾക്കാൻ ആലുവ തരീഖത്തിന്റെ ശൈഖുമാരോ ഖലീഫമാരോ ബന്ധപ്പെട്ടവരോ എല്ലാവരും ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞത് ഇതിലില്ല എന്ന് പറയാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഇത് എന്നല്ല ഞാൻ പറയുന്നത്, ഏതും ആ കിതാബിലോ ഉദ്ധരണിയിലോ ഇല്ല എന്ന് പറയാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് കടന്നു വരാം. ഞങ്ങളുടെ നയം സുതാര്യമാണ്. കഴിയോ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ?
നിങ്ങൾ ആരെയാണ് ഈ കൊച്ചാക്കുന്നത്? കഴിഞ്ഞോ ഇതുകൊണ്ട്? സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, ഇങ്ങനെ സമസ്തയുടെ ഉലമാക്കൾ അവർ മുഴുവനും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാ നിഷേധിക്കാൻ കഴിയില്ല. ഇത് തരീഖത്ത് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പേരിൽ ജീലാനി സ്റ്റഡി സെന്റർ അവർ ഇറക്കിയിട്ടുള്ള, ഇവിടെ പ്രസംഗിച്ച ആളുകൾ ഇറക്കിയിട്ടുള്ളതാണ്. അവരാണിത് നടത്തിയത്. ഇനി നിങ്ങൾ നോക്ക്, അവരുടെ തന്നെ മറ്റൊരു പ്രസിദ്ധീകരണമാണ് മാറ്റൊലി. ഷെയ്ഖ് ഇസ്മായിൽ ഫൈസി, സാത്വികനായ പണ്ഡിതൻ, ബുധൻ 26 ഏപ്രിൽ 2006 അതിൽ പറയുന്നു. നോക്കൂ നിങ്ങൾ, സമസ്തയുടെ ഉലമാക്കളെ കുറിച്ച് പറയുന്നു, സമസ്തയെ കുറിച്ച് പറയുന്നുണ്ടോ? സമസ്തയെ പോലെ ഷീസവും ഇസ്ലാമിന് വലിയ ആപത്താണ്. നോക്കണം നിങ്ങൾ. എങ്ങനെ? പണ്ഡിതന്മാർക്ക് അറിയാം തശ്ബീഹ് മുശബ്ബഹ് ബിഹി മുശബ്ബഹും ഇവിടെ ഏതാണ്? സമസ്തയെ പോലെ തന്നെ ഷിയായിസവും ഇസ്ലാമിന് ആപത്താണ്. നേരെ മറിച്ചല്ല, ഷിയായിസത്തെ പോലെ സമസ്തയും വലിയ ആപത്താണ് എന്നല്ല പറഞ്ഞത്. പിന്നെ സമസ്തയെ പോലെ തന്നെ ഷിയായിസവും ഏറ്റവും വലിയ ആപത്താണ്. നോക്ക് നിങ്ങൾ, എന്താ അതിന് കാരണം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളീയ മുസ്ലിമീങ്ങൾക്ക് അറിവും വിവരവും നൽകി, മതഭൗതിക വിദ്യാഭ്യാസം നൽകി, അവരെ മനുഷ്യരാക്കി വളർത്തിയെടുത്തു. ഇതാണ് സമസ്ത ചെയ്ത തെറ്റ്. അതുകൊണ്ട് സമസ്തയെ കുറിച്ച് പറഞ്ഞത്, സമസ്തയെ പോലെ തന്നെ ഷീസവും ഇസ്ലാമിന് വലിയ ആപത്താണ്. നിഷേധിക്കാൻ കഴിയോ ഇത്? ഇത് നിങ്ങളെ മാറ്റൊലിയാണ്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ എഴുതിയിട്ടില്ല എന്ന് പറയണം. ഇത് നിങ്ങളുടെ സ്വന്തം പത്രമാണ്. ഇവിടെ പ്രസംഗിച്ച ആളുകളാണ് അത് ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇത് മനസ്സിലാക്കണം സഹോദരന്മാരെ. ഇനി നിങ്ങൾക്കറിയോ, ജീലാനി സ്റ്റഡി സെന്റർ തന്നെ പുറത്തിറക്കിയ ഇതിൽ കാണാം, കണ്ടോ, ഇബ്ലീസിന്റെ സിംഹാസനത്തിൽ ഇപ്പോൾ പണ്ഡിത സഭയും. എങ്ങനെയുണ്ട്? പണ്ഡിതന്മാരൊക്കെ ഇബ്ലീസിന്റെ സിംഹാസനത്തിലാണ്. ആലുവ തരീഖത്തിന് പരിചയമില്ലാത്തവർക്ക് മലയാളത്തിലാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. ഇബ്ലീസിന്റെ സിംഹാസനത്തിൽ ഇപ്പോൾ പണ്ഡിതന്മാർ വിലസുകയാണ്. അത് മാത്രമല്ല സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, സമസ്തയെയും അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളെയും കുറിച്ച് ഇവർ പറയുന്നത്, ഈ തരീഖത്ത് ശരിയല്ല എന്ന്, ആലുവ തരീഖത്ത് ശരിയല്ല എന്ന് പറയുന്നതോട് കൂടി ഇവർ പറയുന്നത് കണ്ടോ, ഇതോടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെയും പിഴച്ചവരായി സമസ്ത മുശാവറ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതിലും രണ്ടഭിപ്രായമില്ല. എന്തേ പറഞ്ഞത്? ആലുവ യൂസുഫ് സുൽത്താന്റെ തരീഖത്ത് തെറ്റാണ്, മുസ്ലിമീങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രഖ്യാപനം സമസ്ത നടത്തിയതിനാൽ സമസ്തയെ കുറിച്ച് പറയുന്നത് നോക്കണം. ഇതോടെ ആലുവ യൂസുഫ് സുൽത്താനും ഇവിടെ പറഞ്ഞ ഈ ശിങ്കിടികളും നടത്തുന്ന തരീഖത്ത് ശരിയല്ല എന്ന് പറഞ്ഞതിനാൽ മുഹമ്മദ് നബിയുടെയും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെയും പിഴച്ചവരായി സമസ്ത മുശാവറ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതിലും രണ്ടഭിപ്രായമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഗൗസുൽ ആലം ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, ഇവര് രണ്ടുപേരും പിഴച്ചവരാണ് എന്ന് സമസ്ത പ്രഖ്യാപിച്ചു. എന്താ അതിന്റെ ഒരു ഷാറ് നോക്ക് നിങ്ങൾ. ഇതാണ് തരീഖത്ത്, ഇതാണ് ആലുവ തരീഖത്ത്. ഇല്ലാത്തത് കളവ്, പച്ചക്കളവ് പറയുക, എന്നിട്ട് തങ്ങളുടെ സ്വന്തം കുഞ്ഞാടുകളെ തങ്ങൾക്കൊപ്പം പിടിച്ചു നിർത്തുക. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിഴച്ചവരാണ് എന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങൾ നോക്കണം, ഗൗസുൽ ആലം ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി പിഴച്ചവരാണ് എന്ന് സമസ്ത പ്രഖ്യാപിച്ചിരിക്കുന്നു. തങ്ങളുടെ ആശയം സമർത്ഥിക്കാൻ ആലുവ തരീഖത്ത് പിഴച്ചു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം റസൂലുള്ളാഹി തങ്ങൾ പിഴച്ചു എന്നാണ്. അതുപോലെ തന്നെ ആലുവ തരീഖത്ത് പിഴച്ചു എന്ന് പറയാനുള്ള കാരണം, അതുപോലെ പിഴച്ചു എന്ന് പറഞ്ഞാൽ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് പിഴച്ചു എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ചിന്തിച്ചു നോക്ക് സഹോദരന്മാരെ, ഇവരുടെ ഒരു ധാർഷ്ട്യം എന്താണ് നിങ്ങൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയത്? നിങ്ങൾക്കറിയോ അവരുടെ ഷെയ്ഖ് പറയുന്നത്? നിങ്ങൾ നോക്ക്, എന്താ ഷെയ്ഖ് പറയുന്നത്? ഇതിൽ കാണാം. ഇത് ജീലാനി സന്ദേശം, പുസ്തകം 1, ലക്കം 1, നവംബർ 1 മുതൽ 15 വരെയുള്ള ഈ ജീലാനി സന്ദേശം. ഇതിൽ കാണാം ഇവരുടെ ഷെയ്ഖിന്റെ ഒരു ഫോട്ടോ. ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിശ്തി എന്ന പേരിലുള്ള അയാൾ പ്രാർത്ഥനയോടെ, ഇതിന്റെ ആദ്യ ലക്കാണെന്ന് തോന്നുന്നു, ഈ മാസിക ഇറങ്ങുന്നതിന്റെ ആദ്യ ലക്കം. അതിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് കാണാം, ജീലാനി സ്റ്റഡി സെന്റർ ജീലാനി സന്ദേശം എന്ന പേരിൽ ദ്വൈവാരിക പ്രസിദ്ധീകരിക്കുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഷെയ്ഖ് പറയാം. എന്നിട്ട് പറയുന്നു, ഏതാനും വർഷങ്ങളായി, ശ്രദ്ധിക്കണേ,
ഏതാനും വർഷങ്ങളായി കേരളത്തിൽ ഇസ്ലാമിക പ്രസിദ്ധീകരണ രംഗത്ത് കണ്ടുവരുന്നത് ജൂതരുടെ ബുദ്ധികളിൽ ആവിഷ്കരിക്കപ്പെട്ട ഇസ്ലാമിന്റെ പേരിലുള്ള ഇസ്ലാമിക വിരുദ്ധ ഉൽപ്പന്നങ്ങളാണ്. ഈ ഉൽപ്പന്നങ്ങൾ സംഘടനകളും പ്രസ്ഥാനങ്ങളും മത്സരിച്ച് വിതരണം ചെയ്യുമ്പോൾ അതാണ് ഇസ്ലാം എന്ന് ജനം തെറ്റിദ്ധരിക്കുന്നു. എന്താ പറഞ്ഞത്?